മഹത്തായ സംഗമം നിയന്ത്രിക്കുന്ന കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ അധ്യക്ഷൻ ശൈഖുന K.S.J.U ഉസ്താദ് അവറുകളെ, ഈ ഉലമാ സംഘത്തിൻ്റെ സെക്രട്ടറിയും അഭിനന്ദ നേതാവുമായ നമ്മുടെ ആത്മീയ അവലംബം സയ്യിദ് അബ്ദുൽ ജബ്ബാർ ശിഹാബ് തങ്ങൾ അവറുകളെ, വേദിയിലുള്ള ഈ ഉമ്മത്തിൻ്റെ ആത്മീയ ആലംബങ്ങളായ സയ്യിദുമാരെ, സദസ്സിലുള്ള സയ്യിദുമാരെ, ജംഇയ്യത്തുൽ ഉലമായുടെ മുശാവറ അംഗങ്ങളും അല്ലാത്തവരുമായ ഉലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നാം കേട്ടതുപോലെ ഒരു വർഷം നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ഇന്നു മുതൽ സമാപനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അടുത്ത 6-ാം തീയതിയും 18-ാം തീയതിയും മലപ്പുറത്തും ആലുവയിലും നടക്കുന്ന മധ്യമേഖല ദക്ഷിണമേഖല സംഗമങ്ങളോടെ തീർത്തും ഈ ഒരു വർഷത്തെ ആഘോഷ പരിപാടികൾക്ക് തിരശ്ശീല വീഴും. അപ്പോൾ 50 വർഷമായ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമക്ക് 51 വർഷമായി കഴിഞ്ഞു. ഒരു വർഷത്തെ നീണ്ട പരിപാടികളാണ് നാം നടത്തിയത്. സാങ്കേതികമായി ഇതേ പേരിൽ ഈ സംഘം രൂപീകരിച്ചിട്ട് 51 വർഷമായെങ്കിലും യഥാർത്ഥത്തിൽ ഈ സംഘം മുത്തസിലായ സനദുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഒരു വിടവുമില്ലാതെ സ്ഥാപനകാലം മുതൽ നിലനിന്നു വരുന്ന ഉലമാക്കളുടെ നൈരന്തര്യമായ പിന്തുണയുള്ള, ഇടയിലൊരാളെയും മുറിച്ചു പറയാതെ ആരാണ് ഈ സംഘത്തിൻ്റെ നായകരെന്ന് ചോദിച്ചാൽ വഴിക്കു വഴിയായി പറയാൻ പറ്റുന്ന ഒരു മഹത്തായ സംഘടനയാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. 98 വർഷം കഴിഞ്ഞ 90 ആഘോഷിച്ച് കഴിഞ്ഞ 93-ലെത്തിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് 1-ാമത്തെ പ്രസിഡന്റ്, 2-ാമത്തെ പ്രസിഡന്റ്, 3-ാമത്തെ പ്രസിഡന്റും എണ്ണിക്കഴിഞ്ഞാൽ 4-ാമത്തെ പ്രസിഡന്റ് ഇല്ല, മുൻകത്തിയാണ്. പിന്നെ 5-ാമത്തെ പ്രസിഡന്റ് മുതലേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അധ്യക്ഷന്മാരെ എണ്ണു. ഇതങ്ങനെയല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണ വേളയിൽ ഉലമാക്കൾ എല്ലാവരും കൂടി പ്രസിഡന്റ് സ്ഥാനത്ത് അവരോധിച്ചത് അന്ന് കേരളത്തിലെ ഉലമാക്കൾ ആത്മീയമായി അവലംബിക്കുന്ന ബഹുമാനപ്പെട്ട മർഹൂം വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവർകളെയാണ്. കൂടുതൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കാതെ തൻ്റെ അധ്യക്ഷ സ്ഥാനം ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഓടി നടന്ന മർഹൂം പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവർകളെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. ഇതന്നേ സ്ഥാപക മെമ്പർമാരിൽപ്പെട്ട വണ്ടൂരിലെ അഭിനന്ദനായ ശൈഖുന താജുൽ ഉലമ നിരന്തരം പറഞ്ഞു വരാറുള്ളതും പഠിപ്പിക്കാറുള്ളതുമായ ചരിത്രമാണ്. ഔദ്യോഗികമായി വേണമെങ്കിൽ 2-ാമത്തെ പ്രസിഡന്റായി പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പറയാം. 3-ാമത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ്, ദീർഘകാലം അതിൻ്റെ പ്രസിഡന്റായ മൗലാനുൽ മർഹൂം അബ്ദുൽ ബാരി മുസ്ലിയാർ വാളക്കുളം അവറുകളാണ്. അതുകഴിഞ്ഞാൽ 4-ാമത്, അല്ലെങ്കിൽ ഔദ്യോഗികമായി ശരിക്കു പറഞ്ഞാൽ 3-ാമത്തെ പ്രസിഡന്റാണ് ബഹുമാനപ്പെട്ട വണ്ടൂരിൽ വഫാത്തായ താജുൽ ഉലമ ശൈഖുന സദഖത്തുള്ള മുസ്ലിയാർ നഫറല്ലാഹു മർഖദഹു. നിങ്ങൾക്കറിയുന്നതിന് വേണ്ടി, പലർക്കും അറിയില്ലല്ലോ, അവർക്ക് വേണ്ടി പേര് പറയുകയാണ് ബഹുമാനപ്പെട്ടവർ. ശേഷം അദ്ദേഹം വേർപിരിഞ്ഞ് അദ്ദേഹത്തോടൊപ്പം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപകാംഗങ്ങൾ നിങ്ങൾ കേട്ടതുപോലെ 3 പേരുള്ളതിൽ 2 പേരും സമസ്തയിൽ നിന്ന് വേർപിരിഞ്ഞ്, ഭൂരിപക്ഷവും സംസ്ഥാനയിലാണ്. സ്ഥാപകാംഗങ്ങളിൽ ഭൂരിപക്ഷം 3 പേരിൽ 2 പേരും കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്തവരാണ്.
അതേ സമസ്തയുടെ നിലവിലുള്ള അംഗങ്ങളിൽ വേർപിരിഞ്ഞ ശേഷമുള്ള കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയിലാണ് അവിഭക്ത സമസ്തയിലുണ്ടായിരുന്ന ഏക മുശാവറ അംഗം ഇപ്പോൾ നിലകൊള്ളുന്നത്. ഈ നിലക്കും സംസ്ഥ ജംഇയ്യത്തുലുലമയുടെ തുടർച്ചയായി കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇങ്ങനെ മുത്തസിലായി 90-ൽ പരം വർഷങ്ങൾ പിന്നിട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് അതിൻ്റെ മഹിതമായ സ്ഥാപിത ലക്ഷ്യത്തിൽ അണിനിരന്നുകൊണ്ട് ഉറച്ചു നിന്നുകൊണ്ട് മുന്നേറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. സാങ്കേതികമായി പല കാരണങ്ങളുണ്ടാകുമല്ലോ. ആ കാരണങ്ങൾ പ്രകാരം കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ ഇതേ പേരിൽ പ്രവർത്തിക്കേണ്ടി വന്നു മാത്രം. അതും 1 തൊട്ടാൽ 3-ൽ അവസാനിക്കുമെന്ന് പറയുന്നത് പോലെ മഹത്തായ കേരളത്തിലെ ഉലമാക്കൾ, സുന്നി ഉലമാക്കൾ രൂപീകരിച്ചിട്ടുള്ള പണ്ഡിത സംഘടനയുടെ ആദ്യത്തെ പേര് കേരള ജംഇയ്യത്തുൽ ഉലമ എന്നാണ്. ഈ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിനെ വഹാബികൾ വ്യാജമായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവരുടെ സംഘടനയുടെ പേരാക്കി. രജിസ്ട്രേഷൻ അവരുടെ സംഘത്തിനായി. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് 1934-33 കാലത്ത് ഇതിന് നാമം നൽകേണ്ടി വന്നു. അത് 2ാമത്തെ പേരാണ്. പിന്നീട് അതേ സമസ്തക്ക് വന്ന നാമമാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്നത്. ഇങ്ങനെ എല്ലാമായാലും യഥാർത്ഥത്തിൽ രൂപീകരിക്കപ്പെട്ട കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്നത് ആദ്യം രൂപീകരിക്കപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഐന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ സംഘം സാങ്കേതികമായി 51 വർഷം പൂർത്തിയാക്കി. എന്താണ് ഈ സംഘത്തിൻ്റെ പ്രവർത്തനം? എന്താണ് ഈ സംഘത്തിൻ്റെ പ്രയോജനം? എന്താണ് ഈ സംഘത്തിൻ്റെ നേട്ടം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് എവിടെയാണോ പാളിച്ച, എവിടെയാണോ അപച്യുതി, എവിടെയാണോ അപഭ്രംശം, അവിടെ നമുക്ക് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയെ കാണാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ആക്ഷേപാർഹമായി എന്തു പറയാനുണ്ടോ ആ ആക്ഷേപാർഹമായ കാര്യത്തിൽ ആ ആക്ഷേപത്തിന് പരിഹാരമായി, ആ ആക്ഷേപത്തിന് മറുവശമായി പറയാൻ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാകും. 42 വർഷം ഒരേ രീതിയിൽ 4 മദ്ഹബുകാർക്കും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ വച്ചുകൊണ്ട് തന്നെ ഒന്നിച്ചു നിൽക്കാൻ പറ്റിയിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആ 4 പതിറ്റാണ്ടിലേറെക്കാലം 42 വർഷവും ശാഖാപരമായ വിഷയത്തിൽ സംഘടനയുടേതായി ഒരു മതനിയമം പാസ്സാക്കാത്തതാണല്ലോ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഐക്യത്തിൻ്റെ സാക്ഷാൽ കാരണം. എല്ലാ മദ്ഹബുകാർക്കും അതിൽ നിൽക്കാൻ കഴിഞ്ഞ അതുകൊണ്ടാണല്ലോ, നിൽക്കാൻ കഴിയുന്നതും അതുകൊണ്ടാണ്. അന്ന് നിന്നില്ലെങ്കിലും എപ്പോഴും കഴിയണമല്ലോ 4 മദ്ഹബുകാർക്കും. ആ ശാഖാപരമായ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നതിനു പകരം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ് തന്നെ നൽകിയിട്ടുള്ള ഫത്വക്കെതിരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും ആദരണീയരായ ഉപദേശകരും രക്ഷാധികാരിയുമായിരുന്ന ശംസുൽ ഉലമ ഖുതുബി അവർകൾ നൽകിയിരിക്കുന്ന ഫത്വക്കെതിരെ ബാഖിയാത്തുസ് സ്വാലിഹാത്ത് അറബിക് കോളേജിലെ പ്രിൻസിപ്പളും 4 മദ്ഹബിലും ഫത്വ നൽകിയിരുന്ന മഹാനുമായ ഷെയ്ഖുൽ മശായിഖ് ഷെയ്ഖ് ആദം ഹദറത്ത് എന്നിവരുടെ ഫത്വകൾക്കെതിരെ നിങ്ങളുടെ കണ്ണൂർ ജില്ലയിലുണ്ടായിരുന്ന, ജില്ലയുടെ അഭിമാനമായിരുന്ന ഒരു വലിയ പണ്ഡിതൻ, പാപ്പിനിശ്ശേരി സ്വദേശിയായ പണ്ഡിതൻ ഷെയ്ഖുൽ മശായിഖ് ഉസ്താദുൽ അസാദീദ് ഷെയ്ഖ് ആദം ഷെയ്ഖ് ഹസൻ ഹദറത്ത്, നിങ്ങൾക്കറിയാമല്ലോ ഷെയ്ഖ് ഹസൻ ഹദറത്ത് അവർകളെ. അവരുടെ പുതിയാപ്പളിയാണ് സെയ്ദ് ഹാഷിം കുഞ്ഞിക്കോയ തങ്ങൾ എന്ന ഈ അടുത്ത കാലത്ത് വഫാത്തായ അവർ. ആ ഷെയ്ഖ് ഹസൻ ഹദറത്ത് അവരുടെ ഫത്വ നിലനിൽക്കെ ബാഖിയാത്തു സ്വാലിഹാത്തിലെ പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം. അവരൊക്കെ നൽകിയിരിക്കുന്ന ഫത്വകൾ നിലനിൽക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ അവരുടെ ഫത്വകൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു മതനിയമം അവർക്കെങ്കിലും പങ്കെടുക്കാൻ സാധ്യതയുള്ള, അവരെങ്കിലും പങ്കെടുക്കേണ്ടതായ ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ അവരെ നിർത്താൻ പറ്റാത്ത വിധം ഒരു സംഘടനാ തീരുമാനമായി കൈക്കൊള്ളുമ്പോൾ അതിൻ്റെ പിന്നിൽ ദുരുദ്ദേശമുണ്ടല്ലോ. അതിൻ്റെ പിന്നിൽ തീർച്ചയായും സതുദ്ദേശമല്ലല്ലോ ഉള്ളത്, നമുക്കറിയാമല്ലോ. ഞാൻ ചെറുതായി പറയുകയാണ്. സ്വന്തം പ്രസിഡന്റ്, ആ പ്രസിഡന്റിൻ്റെ ഫത്വയോട് വിയോജിപ്പുണ്ടെങ്കിൽ പ്രസിഡന്റിനെ വിളിച്ചിരുത്തിക്കൊണ്ട് ഈ ഫത്വക്ക് ആധാരമായിട്ടുള്ള തെളിവെന്താണ്,
ഞങ്ങൾ മറുവശത്താണുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട രീതിയിൽ ഈ കാര്യമൊന്ന് ബോധ്യപ്പെടുത്തി തന്നിട്ട് ഞങ്ങളെ പറഞ്ഞ് അംഗീകരിപ്പിക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ മാറ്റി തീരുമാനിക്കും എന്ന് പറയാനുള്ള ഒരു സാമാന്യ മര്യാദയെങ്കിലും ഈ ഫത്വക്കെതിരായി ഫത്വ തീരുമാനിക്കുമ്പോൾ അല്ലെങ്കിൽ സംഘടന തീരുമാനിക്കുമ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അന്നത്തെ ഭരണാധികാരികൾക്ക് സാരഥികൾക്കുണ്ടല്ലോ. ഇതിന് നിൽക്കാതെ പ്രസിഡന്റിന്റെ അഭാവത്തിൽ 14 ആളുകൾ മാത്രം പങ്കെടുത്തിട്ടുള്ള ഒരു മുശാവറയിൽ 42 വർഷത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ നയത്തിന് വിരുദ്ധമായി, ചര്യയ്ക്ക് വിരുദ്ധമായി, സമ്പ്രദായത്തിന് വിരുദ്ധമായി, ഉദ്ദേശ ലക്ഷ്യപ്രകാരമുള്ള അതിൻ്റെ നയത്തിന് വിരുദ്ധമായി ശാഖാപരമായിട്ടുള്ള ഈ ഒരു വിഷയത്തിൽ ജായിസാണ് എന്ന ഒരു മതനിയമം പാസ്സാക്കുക എന്നത് തീർച്ചയായും എന്തോ ദുരുദ്ദേശപൂർവ്വം ഒപ്പിച്ചിട്ടുള്ള വേലയാണ്. ഇതാണ് 42 വർഷം കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തിൽ സംഭവിച്ചിട്ടുള്ള, ജംഇയ്യത്തുൽ ഉലമയിൽ സംഭവിച്ചിട്ടുള്ള ഒരു പ്രയാസകരമായ സംഭവം. ആ സംഭവമാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കാനിടയാക്കിയതെന്ന് നിങ്ങളിപ്പോൾ കേട്ടുവല്ലോ. എന്നിട്ടും നിങ്ങൾ ആലോചിക്കുക, ഈ സമാപന സംഗമത്തിൻ്റെ 2 കേന്ദ്രങ്ങൾ, ഒന്ന് മൗലാന മമ്മിക്കുട്ടി മുസ്ലിയാർ നഗർ എന്ന പേരിലും ഇത് ബഹുമാനപ്പെട്ട മൗലാന രാമന്തളി തങ്ങൾ നഗർ എന്ന പേരിലുമാണ് ഒരുക്കപ്പെട്ടിരിക്കുന്നത്. ഈ 2 പേരും കണ്ണൂർ ജില്ലയിൽ അറിയപ്പെടുന്നവരും കണ്ണൂർ ജില്ലക്കാർക്ക് ഏറ്റവും ഇഷ്ടമുള്ളവരുമാണ്. ചെറുകുന്ന് ഉസ്താദ് എന്ന പേരിൽ 1950കളിൽ ബാക്കിയാത്തിൽ നിന്ന് ബാക്കവി ബിരുദം നേടിയിട്ടുള്ള ബഹുമാനപ്പെട്ടവർ മർഹൂം E.K. ഹസൻ മുസ്ലിയാർ അവരുടെ ഒക്കെ ശരീക്കായി, കൂട്ടുകാരനായി സമസ്ത വെല്ലൂർ ബാക്കിയാത്തിൽ നിന്നും ബാക്കവി ബിരുദം നേടിയ ഉടനെ തന്നെ പാപ്പിനിശ്ശേരിയിലും ചെറുകുന്നിലുമായി വെറും കണ്ണൂർ ജില്ലയിൽ മാത്രം ദർസ് നടത്തിയിട്ടുള്ളവരാണ് ചെറുകുന്ന് ഉസ്താദ് എന്ന പേരിൽ പ്രസിദ്ധരായിരുന്ന മൗലാന മമ്മിക്കുട്ടി മുസ്ലിയാർ അവർകൾ. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്നതിന് വേണ്ടി ചേർന്നിട്ടുള്ള പ്രഥമ പണ്ഡിത കോൺഫറൻസിൽ പങ്കെടുത്തിട്ടുള്ളവരാണ് അവർ. അതിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിക്കുമ്പോൾ മരിക്കുന്നതുവരെയും ആ സ്ഥാനം വഹിച്ചിട്ടുള്ളവരാണ് അവർ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മൗലാന രാമന്തളി തങ്ങൾ അവർകൾ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക മെമ്പറാണ്. മരിക്കുന്നതുവരെ ബഹുമാനപ്പെട്ട ഷെയ്ഖുന താജുൽ ഉലമയ്ക്ക് ശേഷം ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയും കാര്യദർശിയുമാണ്. ആ 2 മഹാത്മാക്കളും ഈ ജില്ലക്കാരാണ്. ഇനി നോക്കൂ നിങ്ങൾ, നമ്മുടെ ഇപ്പോൾ അധ്യക്ഷരായ പ്രസിഡന്റ് അവർ വെല്ലൂർ ബാക്കിയാത്തിൽ നിന്ന് വിട്ടിട്ട് ആദ്യമായി ജോലി ചെയ്യുന്നത്, ഒരു 4-5 വർഷം ജോലി ചെയ്യുന്നത് നിങ്ങളുടെ ജില്ലയിലെ ചപ്പാരപ്പടവിലാണ്. ചപ്പാരപ്പടവിൽ മുദരിസായിരുന്നു അവർ. ശേഷം അവർ 50-ൽ പരം വർഷമായി പരപ്പനങ്ങാടി വലിയ ജുമാഅത്ത് പള്ളി എന്ന പേരിൽ അറിയപ്പെടുന്ന, അങ്ങാടി പ്രദേശം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ജുമാഅത്ത് പള്ളിയിൽ മുദരിസാണ്. ആ നാട്ടുകാരും മഹല്ലു ജമാഅത്തും അവരെ ഈ 50-ൽ പരം വർഷം മുദരിസായി ഒരേ സ്ഥലത്ത് നിന്നു എന്ന പേരിൽ ഒരു ആദരവ് സംഘടിപ്പിക്കുകയാണ്. അത് ഈ വരുന്ന 11-ാം തീയതിയാണ്, ജനുവരി 11-ാം തീയതി പരപ്പനങ്ങാടിയിൽ വെച്ച്. 2 സ്ഥലത്ത് മാത്രമാണ് അവർ ദർസ് നടത്തിയത്. അത് ഒന്ന് കണ്ണൂർ ജില്ലയിലാണ്, ശേഷം ഇപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ. ഇങ്ങനെയൊക്കെ ബന്ധമുള്ള ഈ കണ്ണൂർ ജില്ലയിൽ ഇവരൊക്കെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ നേതാക്കളായി പ്രവർത്തിക്കുന്ന സമയത്ത് അവർക്ക് ബന്ധമുള്ള, അവർക്ക് സ്വാധീനമുള്ള അവരുടെ ശിക്ഷഗണങ്ങളിലോ അവർക്ക് അധികാരമുണ്ടായിരുന്ന പ്രദേശങ്ങളിലോ എന്തെങ്കിലും നിലക്കുള്ള ഒരു കുഴപ്പമോ സംഘടനാപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചേരിതിരിവോ ഒരു ഭിന്നിപ്പോ ആ നാട്ടിൽ ഈ സംഘടന പേരിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെയാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ ഏറ്റവും അനുകൂലമായിട്ടുള്ള പ്ലസ് പോയിന്റ്. ഒരു പ്രദേശത്തും ഒരു കുഴപ്പത്തവനും ചെല്ലാത്ത, നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മുതിരാത്ത, അനവസരങ്ങൾ ആളുകൾക്കിടയിൽ സൃഷ്ടിക്കാൻ വേണ്ടി ഒരിക്കലും ഒരു സംവിധാനവും ഒരു തീരുമാനവും എടുക്കാത്ത മഹത്തായ ഒരു പണ്ഡിത സംഘം അതിൻ്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ട് മാത്രം 50 വർഷം പൂർത്തിയായപ്പോൾ പുതിയ തലമുറക്ക് സമസ്തയെ പോലെ തന്നെ സംസ്ഥാനയെ അറിയാം. സമസ്തയും സംസ്ഥാനയും.
ഒരു 60, 65, 70 വയസ്സായ ആളുകൾ ഒരു 10-20 വയസ്സ് മുതൽ കേൾക്കുന്നതാണല്ലോ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. ഞാനൊക്കെ ഓർമ്മ വെക്കുന്ന ആ കാലത്ത് മുതൽക്കു തന്നെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ എന്നറിയും. അപ്പൊ ഈ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയെ സമസ്ത സംസ്ഥാന എന്ന നിലയിൽ അറിയുമെന്നതുകൊണ്ട് എന്താണ് ഈ സംഘം, എന്താണ് ഈ സംഘത്തിന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഇത്തരം പരിപാടികൾ ഞങ്ങൾ നടത്താറുള്ളൂ, ഈ സംഘം നടത്താറുള്ളൂ. അതിൻ്റെ ഭാഗമാണ് ഈ സമാപന സംഗമം. നിങ്ങൾ ആലോചിക്കുക, 90-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആ മഹത്തായ പണ്ഡിത സംഘടന സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ മറ്റൊരു സംഘവുമില്ലാത്ത ഒരു കാലത്താണല്ലോ രൂപീകരിക്കപ്പെടുന്നത്. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ അന്നില്ല. AP സമസ്ത എന്ന പേരിൽ അറിയപ്പെടുന്ന സമസ്തയിൽ നിന്ന് വേർപിരിഞ്ഞു വന്ന് മറ്റൊരു സമസ്തയായ ആ സമസ്തയും ഇല്ല. EKAP എന്നുള്ള പേരിൽ രണ്ടായി തിരിയുന്ന പ്രവർത്തനവുമില്ല. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയും ഇല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രം. ആ സംഘം മാത്രമായി രൂപീകരിക്കുന്നത് എന്തിനായിരുന്നു? വഹാബിസത്തിന്റെ വിദഅത്ത് നമ്മുടെ കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ, ആളുകൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കാൻ വേണ്ടി അവർ മെനക്കെട്ടപ്പോൾ, പുത്തൻ പരിഷ്കാരികൾക്കും പുതിയ വിദ്യാഭ്യാസമുള്ളവർക്കുമെല്ലാം ആകർഷകമായ രീതിയിലുള്ള പരിഷ്കരണ സംരംഭങ്ങളുമായി അവർ മുന്നോട്ട് പോയപ്പോൾ, സമൂഹത്തിന്റെ വിശ്വാസം സംരക്ഷിക്കുന്നതിന്, മഹത്തായ അവരുടെ പൈതൃകമായ ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന്, പരിശുദ്ധ ദീനിന്റെ യഥാർത്ഥമായ നിയമങ്ങൾ നിലനിർത്തുന്നതിന് ഒരു സംഘടിത പ്രവർത്തനം ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത്. വഹാബികളാണ് മറുവശത്ത്. ആ വഹാബികളിൽ നിന്ന് എവിടെ? 90-ൽ പരം വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ വഹാബികളുടെ 9ാം സംസ്ഥാന സമ്മേളനമാണ് ഇന്ന് മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. 90 വർഷം കൊണ്ട് ആ സംഘടനയുടെ പ്രവർത്തനം എവിടെ എത്തിയിരിക്കുന്നു എന്ന് നിങ്ങൾ ആലോചിക്കുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുന്ന കാലത്തുള്ളതിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് പോയിട്ടില്ലേ? പിളർന്നതിന്മേൽ പിളർന്നാലും പല അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്കിടയിൽ ഉണ്ടായാലും 9ാം സംസ്ഥാന സമ്മേളനം നടത്തുമ്പോൾ ഒരു വലിയ സംഭവമാക്കി മാറ്റാനും ഒരു വലിയ സമ്മേളനമാക്കി മാറ്റാനും ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അവർക്ക് പറ്റുന്നുണ്ടല്ലോ. അതിന് പറ്റുന്ന സ്വാധീനം ഈ സംഘം നേടി എന്ന് മാത്രമല്ല, സമസ്ത അതിനെ പ്രതിരോധിക്കുന്നതിനും അതിനെ തടയുന്നതിനും അതിൻ്റെ വിശ്വാസ വൈകല്യങ്ങൾക്കെതിരെ രൂപീകരിക്കപ്പെട്ടതാണെങ്കിൽ അതേ സംഘത്തിൻ്റെ 9ാം സംസ്ഥാന സമ്മേളനത്തിലെ പരിപാടികളിൽ സമസ്തക്കാരായ ആളുകൾ പങ്കെടുക്കുന്നത് ശരിയാണോ ശരിയല്ലേ എന്ന തർക്കവും വിവാദവുമാണ് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മീഡിയകളിൽ ചൂടേറിക്കൊണ്ട്. ആലോചിച്ചു നോക്കൂ കാര്യങ്ങൾ. സമസ്തക്ക് പഴയ നയം തന്നെ ഈ വഹാബിയുടെ സംഘത്തിലും സമ്മേളനത്തിലൊന്നും നമ്മുടെ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ആളുകൾ പങ്കെടുക്കാൻ പാടില്ല എന്ന് സ്വന്തം ആളുകളെ കുറിച്ച് വരെ പറയേണ്ട ഒരവസ്ഥയിലാണ് ഏതൊരു സംഘത്തെയും ഏതൊരാശയത്തെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടതാണോ സമസ്തയെങ്കിൽ ആ സമസ്ത ഇപ്പോൾ എത്തി നിൽക്കുന്നത്. മാത്രമല്ല, 4 മദ്ഹബുകാരായ സുന്നികൾക്കും ഒരുപോലെ പ്രവർത്തിച്ച് 4 മദ്ഹബിനെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കപ്പെട്ട ആ സംഘടന അവരെ പോലെ ശാഫിഈ മദ്ഹബിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അശ്അരി ത്വരീഖത്ത് അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ സജീവമായ നിലനിൽപ്പിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ അടക്കമുള്ള സംഘങ്ങളുടെ പരിപാടികളിലൊന്നും അതിൻ്റെ മുശാവറ മെമ്പർമാരും അംഗങ്ങളും പങ്കെടുക്കാൻ പാടില്ല, സ്റ്റേജ് പങ്കിടാൻ പാടില്ല എന്ന് അതിൻ്റെ മുശാവറ തീരുമാനിച്ചിരിക്കുന്നു. എന്ന് വരുന്നത് എത്ര ഭിന്നിപ്പിൻ്റെയും എത്ര തരത്തിലുള്ള ശൈഥില്യത്തിൻ്റെയും ഭാഗമാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ നയപരമായി സംഘടനാപരമായി പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. ഞങ്ങൾ മനസ്സിലാക്കുന്നത് 4 സുന്നി സംഘടനകളാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ പണ്ഡിത സംഘടനകൾ കേരളത്തിലുള്ളതെന്നാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 2 ഭാഗവും ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയും ഞങ്ങളുടെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമയും. ഈ 4 സംഘവും സുന്നി ആശയങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അശ്അരി ത്വരീഖത്തും മാതുരീദി ത്വരീഖത്ത് 2 വിശ്വാസപരമായും 4 മദ്ഹബ് കർമ്മപരമായും നിലനിൽക്കണമെന്നും അതിനപ്പുറത്തേക്ക് കടക്കരുതെന്നും പറയുന്നവരാണ്.
ഈ പറയുന്ന 4 സംഘടനകളുള്ളവരും അഭിപ്രായ വ്യത്യാസം സംഘടനാപരമോ നയപരമോ ആണ്. നയപരമോ സംഘടനാപരമോ ആയ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്നും മാറി മതപരമായ വിഷയങ്ങളിലും മസാലകളിലും വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചിരിക്കുന്ന ഒരു ചുറ്റുപാടും വിവാദങ്ങളും വഴക്കങ്ങളും ഉണ്ടാക്കുന്ന നിലപാടും പള്ളികളിൽ ഉയർത്തുന്ന മദ്രസകളിൽ ഉയർത്തുന്ന പതാക ആരുടേതാകണം എന്നതിൻ്റെ പേരിൽ പള്ളികൾ പൂട്ടുന്നിടം വരെ മദ്രസകൾക്ക് താഴ്വെക്കുന്നിടം വരെ എത്തുന്ന ഭിന്നിപ്പിലേക്ക് വരെ ഈ സംഘങ്ങളിൽ എത്തി നിൽക്കുന്നു എന്ന് വരുമ്പോൾ ശിഥിലീകരണത്തിനാണല്ലോ ഈ സംഘം ഇത്രയും കാലമായി ഇത്രയും ദശകങ്ങളായി പ്രവർത്തിച്ചിട്ട് മുന്നിൽ നിന്നിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അത്തരം നയങ്ങൾക്കെതിരെ കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ സുവർണ ജൂബിലി ആഘോഷം പ്രഖ്യാപിച്ചപ്പോൾ ഒന്നാമത്തെ പരിപാടി ശിഥിലീകരണത്തിനെതിരെയായി ഒരു ക്യാമ്പയിനാക്കി വെച്ചത്. മഹല്ലുകൾ ശിഥിലമാകരുത്. മഹല്ലുകൾ ശിഥിലമാകുന്നിടത്തല്ലേ കാര്യമുള്ളത്. മദ്രസയിൽ ജോലി ചെയ്യേണ്ട അധ്യാപകർ, പള്ളികളിൽ നിയമിക്കപ്പെടേണ്ട ഖതീബുമാരും ജീവനക്കാരും അത് സ്വന്തം സംഘടനയുടെ ആളുകളാകണം എന്ന് മാത്രമല്ല, മഹല്ലിലുള്ള എല്ലാ ഓരോ പൗരനും സംഘടനക്കാരൻ തന്നെയാവണം, സമസ്തക്കാരൻ തന്നെയാവണം, അതും ഫ്രാൻസിസ് റോഡിൽ ഓഫീസുള്ള സംഘടനയുടെ ആള് തന്നെയാകണം എന്ന് വാശി പിടിച്ചുകൊണ്ട് ഒരു തീരുമാനത്തിലെത്തുകയും മഹല്ലുകളെല്ലാം ആ മഹല്ലുകൾക്ക് കീഴിൽ ജീവിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളെയും സ്വന്തം സംഘടനയുടെ പരിധിക്കുള്ളിൽ കൊണ്ടുവരാൻ പോരാ. പിഞ്ചു പൈതങ്ങളായി 5 വയസ്സുള്ള കുട്ടികളെ മദ്രസകളിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ആ കുട്ടികളെ SBV എന്ന ബാലസംഘത്തിൽ അറിയാതെ അവരിൽ നിന്ന് പരീക്ഷാ ഫീസിന്റെ കൂട്ടത്തിൽ പണം വാങ്ങിക്കൊണ്ട് അവരെ SBVയുടെ അംഗങ്ങളാക്കി ആണിനെയും പെണ്ണിനെയും ചേർക്കുന്ന പരിസ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്നു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായും അതിന്റെ കീഴ്ഘടകമായ വിദ്യാഭ്യാസ ബോർഡും. ആഭാസകരമല്ലേ ഇത്? ആലോചിക്കേണ്ട ഒരു വിഷയമല്ലേ ഇത്? അതേ SBVയുടെ പ്രസിഡന്റാണ് പാണക്കാട് സയ്യിദുമാർ എവിടെ പോകണം എവിടെ പോകേണ്ട എന്ന വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് വിവാദങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാക്കുന്നതും ചർച്ചകൾ കുടുംബിരിക്കൊള്ളുന്നതും സംഘടനക്കകത്ത് ചർച്ച ചെയ്യുന്നതിനപ്പുറം സാമൂഹ്യ മാധ്യമങ്ങളിൽ വിടുപ്പരക്കിക്കൊണ്ടിരിക്കുന്നതും എന്ന് വരുന്നത് സങ്കടകരമായ ഒരവസ്ഥയല്ലേ? ഈ അവസ്ഥയിലാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമായുടെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത്. ഇത് രൂപീകരിച്ച ഇടം മുതൽ 50 വർഷം ഇത് ഇടപെട്ട വിഷയങ്ങൾ, ഇതേതെല്ലാം വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ആ ഇടപെട്ട വിഷയങ്ങളെല്ലാം ആരാലോചിച്ചാലും തീർച്ചയായും സംഘം ഇടപെടേണ്ട വിഷയം തന്നെയായിരുന്നു എന്ന് ബോധ്യപ്പെടും. ഇപ്പോഴും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കാൻ ഇടയാക്കിയ പശ്ചാത്തലം ശക്തമായി നിലകൊള്ളുന്നുണ്ടല്ലോ. വഹാബിസത്തിന്റെ മുന്നേറ്റത്തിന് തടയിടുന്ന കാര്യത്തിൽ ഈ സംഘം പ്രവർത്തിക്കുന്ന ആത്മാർത്ഥമായ പ്രവർത്തനത്തിനൊപ്പം മറ്റൊരു സംഘവും പ്രവർത്തിക്കുന്നില്ല എന്ന് തന്നെ പറയണം. നിങ്ങൾ വിലയിരുത്തി നോക്കുക. ഞങ്ങളുടെ അവകാശവാദമായി മാത്രം കാണരുത്, നിങ്ങൾ വിലയിരുത്തിയാൽ ബോധ്യപ്പെടും. കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമാക്ക് സ്വാധീനമുള്ള മഹല്ലുകൾ, ആ മഹല്ലുകളിൽ വഹാബിസം ഒരു പ്രശ്നമേ അല്ല, വഹാബികളൊരു വിഭാഗമേ അല്ല, ഒരു ശക്തിയേ അല്ല. എന്തേ കാരണമെന്ന് ചോദിച്ചാൽ ആ ശക്തമല്ലാത്ത രീതിയിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ രീതിയിൽ തന്നെ ആ മഹല്ലുകളെ കൊണ്ടുപോകുന്നതിനും മഹല്ലിലെ സാമാന്യ ജനത്തെ മുഖ്യധാരയിൽ നിർത്തുന്നതിനും ഈ സംഘം അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുണ്ട്, ഇപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സംഘത്തെ കഠിനമായി എതിർക്കാൻ മറ്റു വിഭാഗം വരുന്നില്ല. ഇത് നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെ നേർരേഖയിലൂടെയുള്ള ചലനത്തെ നമ്മൾ വിലയിരുത്തി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. വഹാബിസം നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ പ്രസംഗത്തിൽ സംസാരിച്ചല്ലോ, വരുന്നത് തന്നെ എങ്ങനെയാണ് കേരളത്തിൽ വരുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിനെ കുറ്റപ്പെടുത്തുന്നിടത്ത് എന്തു പറയണം അള്ളാഹുവിൻ്റെ റസൂലിനെ പറ്റി എന്നതിൽ യാതൊരു ലക്കും ലഗാനുമില്ലാത്ത ഒരു മനസ്ഥിതി യുവാക്കളിലും ആളുകളിലും സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ സംഘം കടന്നു വരുന്നത്. വഹാബി സംഘം അള്ളാഹുവിൻ്റെ റസൂല് ഉഹദിൽ നിന്നും തോറ്റോടിയപ്പോൾ തങ്ങളെ തലയിൽ മുടിയില്ലായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് ഉഹദിൽ തോറ്റോടിയപ്പോൾ തങ്ങളെ തലയിൽ മുടിയില്ലാതിരുന്നോ? അള്ളാഹുവിൻ്റെ റസൂല് തിരുമുടി കളയുന്ന സമയത്ത് ആ തിരുകേശം അള്ളാഹുവിൻ്റെ റസൂല് വിതരണം ചെയ്യുകയും അതിനുവേണ്ടി കാത്തിരിക്കുന്ന സഹാബാക്കളുടെ കൈകളിൽ അത് എത്തുകയും ചെയ്യുന്ന കൂട്ടത്തിൽ മുടി കളയുന്ന അതേ സദസ്സിൽ സന്നിഹിതരായിരുന്നു ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു.
മഹാനർ മുത്തനബിയോട് ആവശ്യപ്പെട്ടത് തിരുനബിയുടെ മൂർധാവിലെ മുടിയാണ്. മൂർധാവിലെ മുടി. ആ മൂർധാവിലെ മുടിയിൽ അദ്ദേഹം ഒരു സവിശേഷത കണ്ടിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തിനു തന്നെ അത് കൈമാറി. മൂർധാവിലെ മുടി. ആ മൂർധാവിലെ മുടിയാണ് അദ്ദേഹം തൻ്റെ മൂർധാവിൽ തൊപ്പിക്കുള്ളിൽ വെച്ചത്. തൻ്റെ മൂർധാവിൽ ആ മുടിയായിരുന്നു തട്ടിയിരുന്നത്. ആ മുടിയും വെച്ച് ആ തൊപ്പിയും വെച്ചുകൊണ്ടാണ് അദ്ദേഹം പോരാട്ടത്തിനിറങ്ങുന്നത്. കൊണ്ടാണ് അദ്ദേഹം നയിച്ച സംഘങ്ങളെല്ലാം വിജയം കണ്ടതും അത്തരം യുദ്ധങ്ങളിലെല്ലാം ഇസ്ലാമിന് ഫത്ഹുണ്ടായതും എന്ന് ചരിത്ര പണ്ഡിതന്മാരും ഇമാമുകളും എല്ലാം രേഖപ്പെടുത്തുന്നു. വല്ലപ്പോഴും വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ തൊപ്പി നഷ്ടപ്പെട്ട ശേഷം മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. ഇത് റസൂലുള്ളാഹിന്റെ തിരുമുടിയുടെ ബർക്കത്ത് വിശ്വസിക്കുന്ന മുഅ്മിനീങ്ങളുടെയും ആലിമീങ്ങളുടെയും ഒക്കെ മനോനിലയാണ്, അവരുടെയൊക്കെ വിശ്വാസമാണ്. ഇതിനെതിരായി സംസാരിക്കുന്ന ഭാഷ അള്ളാഹുവിൻ്റെ റസൂൽ ഉഹദിൽ തോറ്റോടിയുന്ന. ഉഹദിൽ ഓട്ടമുണ്ടായിട്ടുണ്ട്, ശരിയാണ്. ആ ഓട്ടം അള്ളാഹുവിൻ്റെ ഹബീബ് കൊല്ലപ്പെട്ടു എന്ന് കിംവദന്തി പരത്തി ഇബ്ലീസ്. അതിൻ്റെ പേരിൽ വന്ന പരിഭ്രാന്തിയായിരുന്നു അതിൻ്റെ കാരണം. ആ ഓടിയതായ സ്വഹാബാക്കൾക്ക് അവരുടെ ഓട്ടം അല്ലാഹു തആല പൊറുത്തു കൊടുത്തു എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു തആല അവരെ സന്തോഷിപ്പിക്കുന്നതും സമാധാനിപ്പിക്കുന്നതും. ഇത് ഖുർആനിലുണ്ട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ഇതൊരു ആരോപണമായി ഉന്നയിക്കാൻ വേണ്ടി നബി തങ്ങളുടെ വഫാത്തിന് ശേഷം തന്നെ വന്ന ബിദ്അത്തിന്റെ പ്രസ്ഥാനക്കാർ ഇതൊരു ആരോപണമായി ഉന്നയിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ അത് പ്രത്യേകം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് അല്ലാഹു തആല പ്രത്യേകം അവർക്ക് മാപ്പാക്കി കൊടുത്തുവെന്ന്. സ്വഹാബാക്കൾ ഓടിയപ്പോഴും ഉഹദ് യുദ്ധത്തിൽ പോർക്കളത്തിൽ തന്നെ അടരാടിക്കൊണ്ടിരുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, തുൽഹത്ത് ഇബ്നു ഉബൈദില്ല റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒക്കെ ആ ഗണത്തിൽപ്പെട്ട വീരന്മാരാണ്. അല്ലാഹുവിന്റെ ഹബീബാണെങ്കിലോ അങ്ങനെ അടരാടിയതിന്റെ പേരിലാണ് അവിടുത്തെ മുൻപല്ല് പൊട്ടിപ്പോയത്. അതിന്റെ പേരിലാണ് അവിടുത്തെ മുഖത്തെ വട്ടക്കണ്ണിയിൽ, ആ മുഖത്തിൽ ഇരുമ്പിന്റെ വട്ടക്കണ്ണി കുടുങ്ങിപ്പോയത്. അത് സ്വന്തം പല്ലുകൊണ്ട് കടിച്ചെടുത്തതിന്റെ പേരിലാണ് അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് പല്ലുകളും, അടിയിലെ രണ്ട് പല്ലുകളും, സെനിയത്തുകൾ രണ്ടു ഭാഗത്തും കൊഴിഞ്ഞു പോയത്. അത്രയും വിഷമകരമായ അവസ്ഥ. തലക്ക് മുറിവേറ്റത്, ചുണ്ടിന് മുറിവേറ്റത്, താഴെ ചുണ്ടിന് മുറിവേറ്റത്, പല്ലു പൊട്ടിപ്പോയത്, കവിൾത്തടത്തിൽ വട്ടക്കണ്ണി ഇരുമ്പിൻ്റേത് കടിച്ചു തൂങ്ങി നിന്നതടക്കമുള്ള പ്രയാസം. അവരുടെ നബിയുടെ മുഖത്തിൽ രക്തം പുരട്ടിയിട്ടുള്ളതായ ആളുകൾ എങ്ങനെ വിജയിക്കാനാ എന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ ചോദിച്ചപ്പോ അല്ലാഹു തആല പോലും ആയത്തിറക്കി സമാധാനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പറയല്ല നബി, അവരൊരുപാട് മുഅ്മിനീങ്ങളാകാൻ പോകുന്നവരാണ് പിൽക്കാലത്ത്. അതുകൊണ്ട് അവർ വിജയിക്കില്ല എന്ന് ശപിക്കരുത്. അവരിൽ വിജയികൾ ഒരുപാടുണ്ട് എന്ന് അള്ളാഹു സമാധാനിപ്പിക്കുകയാണ് ചെയ്തത്. അത്ര പ്രയാസം അള്ളാഹുവിന്റെ റസൂലിന് സംഭവിച്ചത് ഓടിയിട്ടല്ല, ദൃഢമായി നിന്ന് പൊരുതിയിട്ടാണ്. ആ നിന്ന് പൊരുതിയ നബിയെ ഉഹദിൽ തോറ്റോടിയപ്പോ എന്ന് പറയുന്നത് ഏതു ഈമാനാണ്? ഒരു മൂമിനിന്റെ ഈമാനല്ലല്ലോ. അതേപോലെ തന്നെ ഒരു സുല്ലമി പ്രസംഗിച്ചത് നാടിലൊട്ടാകെയും വൈറലായിരുന്നു. എല്ലാവരും ഇത് കാണിച്ചിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല, പക്ഷെ എല്ലാവരും കാണിക്കുമ്പോൾ, ക്ലിപ്പിംഗ് വെച്ച് കാണിക്കുമ്പോൾ കാണിച്ചിരുന്നു. ആയിഷ ബീവി ചാടിപ്പോയപ്പോൾ അള്ളാന്റെ റസൂൽ അറിഞ്ഞോ എന്നാ ചോദിച്ചു. ആയിഷ ബീവി ചാടിപ്പോയപ്പോ അള്ളാന്റെ റസൂൽ അറിഞ്ഞോ? ആയിഷ ബീവിയുടെ സംഭവത്തിൽ ആയിഷ ബീവി മറ്റൊരു പുരുഷന്റെ കൂടെ ചാടിപ്പോയപ്പോ അള്ളാഹുവിന്റെ റസൂൽ അറിഞ്ഞോ എന്ന ചോദ്യം ഈമാനുള്ള ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരുമോ? ഒരാൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഒരു പേജോളം വരുന്ന ആയത്തുകളിൽ ആയിഷ റളിയല്ലാഹു അൻഹ നിരപരാധയും കുറ്റമുക്തയുമാണ് എന്ന് വന്നിട്ടുള്ള മഹദിയല്ലേ ആയിഷ ബീവി. ആ ആയിഷ ബീവി ചാടിപ്പോയപ്പോ അള്ളാഹുവിന്റെ റസൂൽ അറിഞ്ഞോ എന്ന് ചോദിച്ചതും നമ്മുടെ വഹാബികളിൽപ്പെട്ട, ഇന്നും വഹാബിസത്തിന് വേണ്ടി പേരെഴുതുന്ന, ഇന്നും സംസാരിക്കുന്ന ഒരു സുല്ലമിയാണ്. ഇത് നമ്മൾ മറക്കരുത്. അതേ സ്വഭാവത്തിലാണ് ഇപ്പോഴും ആ സംഘം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്താണ് ആ സംഭവത്തിന്റെ പ്രശ്നം? അള്ളാഹുവിന്റെ റസൂലോ മറ്റു സാലിഹ്യങ്ങളുമായിട്ടുള്ള ആളുകളുടെയോ ഖബറുമായി ബന്ധപ്പെട്ട് വല്ല ബർക്കത്ത് കൊടുത്താൽ, അല്ലെങ്കിൽ അവരുടെ തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വല്ല പുണ്യവും പ്രതീക്ഷിച്ചാൽ അതോടുകൂടെ തൗഹീദ് തകർന്നു പോകും, ശിർക്കിലാപതിക്കും മനുഷ്യൻ എന്ന ആരോപണം അത് ഇന്നും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വഹാബികൾ. അതാണ് തീരെ പറ്റാത്തൊരു കൂട്ടര്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബറ് കൊണ്ട് വഫാത്തിൻ്റെ ശേഷം ബർക്കത്തില്ല.
ജീവിതകാലത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിച്ചത് മനസ്സിലാക്കാം, നബി തങ്ങളുടെ ആധാറുകളുമായി ബന്ധപ്പെട്ടത് മനസ്സിലാക്കാം. നേതാക്കൾ പറയുന്നതാണ് ആദ്യകാല നേതാക്കൾ, ഇപ്പോഴത്തെ അതും മനസ്സിലാക്കില്ല. അതിലും മറഞ്ഞ വഴിക്ക് വല്ല പുണ്യവും പ്രതീക്ഷിച്ചാൽ ശിർക്ക് വരുമെന്ന് തന്നെയാണ് കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പത്തെ വഖാബി ചെറുക്കന്മാരും പറയുന്നത്. അതേസമയം പഴയ കാലത്തെ ഇതിന്റെ സ്രോതസ്സുകളായ ഇബ്നു തീമിയ, ഷെയ്ഖ് ഇബ്നു തീമിയ, ഇബ്നു അബ്ദുൽ വഹാബ് പോലുള്ളവരൊക്കെ സംസാരിച്ചിരുന്നത് അങ്ങനെയല്ല. ആരംഭ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകൾ കൊണ്ടും അവിടെ ശേഷിപ്പുകൾ കൊണ്ടും ബർക്കത്തെടുക്കുന്നത് അവിടുത്തെ ഖബറ് കൊണ്ടോ വഫാത്തിന് ശേഷമുള്ള ആധാറുകളോ കൊണ്ട് ബർക്കത്തെടുക്കുന്നതാണ് ഒരു കൂട്ടർ വിമർശിച്ചത്. ഒരു കൂട്ടർ നബിയുടേത് കൊണ്ട് ബർക്കത്തെടുക്കാം, പക്ഷേ നബി കഴിഞ്ഞാൽ പിന്നെ സ്വഹാബികളുടേതോ മറ്റേത് സ്വാലിഹീകളുടേതോ ബർക്കത്തിന് പറ്റില്ല എന്ന് വാദിച്ചിരുന്നവരാണ്. അതിൽ മാലിക്കി മദ്ഹബുകാരായ ചില പ്രശസ്ത പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആ പുതിയ വാദത്തിൽ ഇബ്നു തൈമിയ്യയാൽ സ്വാധീനിക്കപ്പെട്ടവർ, ഇബ്നു റജബ്, ശാത്തിബി പോലുള്ളവരൊക്കെ അത്തരം വാദത്തിന്റെ ആളുകളായി മാറിയിട്ടും നമ്മുടെ കേരളത്തിലുള്ള ഉലമാക്കളോ കേരളീയരായിട്ടുള്ള ആളുകളോ അതിലൊന്നും അകപ്പെടാതിരുന്നത് നമ്മുടെ മദ്ഹബിന്റെ ബലം കൊണ്ടായിരുന്നു. നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകൾ പഠിപ്പിച്ചു തന്നിട്ടുള്ള പാഠങ്ങളുടെ കരുത്തുകൊണ്ടായിരുന്നു. ഒരിക്കലും നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ അതിലൊന്നും വഞ്ചിതരായിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേർപെട്ട സമയം മുതൽക്ക് തുടങ്ങിയതാണ് അവിടുത്തെ ഖബറിൽ ബർക്കത്തിന് വേണ്ടി സമീപിക്കുന്നതായ മുസ്ലിം ഉമ്മത്തിന്റെ നിലപാട്. ആരാണിതിൽ മുൻപന്തിയിൽ? ആദ്യമായി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം അടക്കപ്പെട്ട ആ തിരുഹുജറയിൽ അവിടുത്തെ ഖബറിൽ എത്തുന്നത് അവിടുത്തെ പ്രിയപൂർത്തി ബഹുമാനപ്പെട്ട ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹാ മഹദി അവർകളാണ്. നബി തങ്ങൾ വേദനയോടുകൂടെ വഫാത്താകുമ്പോൾ എന്റെ പൊന്നു വാപ്പ അവിടുന്ന് വേദനിക്കുന്നത് കാണുമ്പോൾ എന്റെ നെഞ്ചിലാണ് വേദന, ഞാനാണ് വേദനിക്കുന്നതെന്ന് പറയുമ്പോൾ എന്റെ പൊന്നു മോളെ പേടിക്കണ്ട, നിന്റെ വാപ്പാക്ക് ഇത് മാത്രമേ വേദനയുള്ളൂ, മരണത്തിന്റെ വേദന. ദേഹത്തിൽ നിന്ന് വേർപ്പെടുമ്പോ എന്റെ ദേഹി ശക്തമാണ്, എന്റെ ദേഹത്തിൽ നിന്ന് വേർപ്പെടുമ്പോഴുള്ള പ്രയാസമുണ്ട്, ശരിയാണ്. ഇനിമേൽ നിന്റെ വാപ്പാക്ക് വേദനയില്ല. എല്ലാ ആശങ്കയിൽ നിന്നും പേടിയിൽ നിന്നും നിന്റെ വാപ്പക്ക് അല്ലാഹു തആല ഭയം നൽകിയിരിക്കുന്നു എന്ന് ആരംഭ നബി തങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചവരായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ റസൂലിന്റെ അടക്കം ചെയ്യപ്പെട്ട ഖബറിൽ പോയിട്ട് ആ ഖബറിന്റെ പുറത്ത് നിന്നും അല്പം മണ്ണെടുത്തിട്ട് ആ മണ്ണ് തന്റെ രണ്ട് കണ്ണുകൾക്കിടയിലും വെച്ചിട്ട് ചുംബിച്ചിട്ട് പൊത്തിക്കൊണ്ട് വെച്ചിട്ട് അള്ളാഹുവിന്റെ ഹബീബായ അഹ്മദ് നബിയുടെ ഈ മണ്ണ് അവിടുത്തെ ഖബറും പുറത്തെ മണ്ണാണ്. മുത്തുനബിയുടെ ഈ മണ്ണെടുത്തുകൊണ്ട് വാസനിച്ചവർക്ക് എന്തിനാണ് പിന്നെ ഉന്തിയ അത്തറുകൾ, വിലപിടിച്ചുള്ള സുഗന്ധങ്ങൾ എന്തിനാ? അത് വാസനിക്കേണ്ടതില്ല. ഇതിന്റെ വാസന എന്താ സുഗന്ധം? ഇതൊരിക്കലും നീങ്ങിപ്പോകാത്ത സുഗന്ധമാണ്. ഈ മണ്ണിന് പോലും വലിയ സുഗന്ധം. അതാണ് മുത്തനബി കിടക്കുന്ന പ്രദേശത്തെ മണ്ണിന്റെ പവിത്രത എന്ന് പറഞ്ഞ് കണ്ണിന്റെ രണ്ടിന്റെയും ഇടയിൽ വെച്ച് പൊത്തിയിട്ട് ബർക്കത്തെടുത്തിട്ട് സുബ്ബത്ത് അലയ്യ മസായിബുൽ ലൗവന്നഹ സുബ്ബത്ത് അലൽ അയ്യാമി ഉദ്ന ലയാലിയാ. ഈ പൊന്നു ഫാത്തിമയുടെ മേൽ വന്നു ഭവിച്ചിരിക്കുന്ന മുസീബത്ത് അള്ളാഹുവിന്റെ റസൂല് വേർപ്പെട്ട ഒരൊറ്റ മുസീബത്ത് മാത്രമല്ല, ആ മുസീബത്തിനെ തുടർന്ന് വല്ലാത്ത മുസീബത്തുകളുടെ കൂമ്പാരമാണ്. ഈ മുസീബത്തുകളെല്ലാം കൂടി പകലോന്റെ വെളിച്ചം കൊണ്ട് പ്രകാശിക്കുന്ന പകലുകൾക്കാണ് അള്ളാഹു ചൊരിഞ്ഞിരുന്നെങ്കിൽ ആ പകലുകൾ പോലും കൂരിരുട്ടുള്ള രാത്രിയാകുമായിരുന്നേനെ എന്ന് മഹദി അവർകൾ പാടിയത് നിരവധി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ പ്രിയ പേരമകൻ അലിയുൻ സൈനുൽ ആബിദീൻ എന്നവരാണ് ഇത് ഉദ്ധരിച്ചിരിക്കുന്ന റാവി. ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഈ കവിത വളരെ പ്രസിദ്ധമാണ് മുത്തുനബിയെ കുറിച്ചുള്ള അനുശോച കാവ്യങ്ങളിൽ. ആ മഹദിയുടെ ഈ കാവ്യം തങ്ങളുടെ ഖബറും പുറത്തു നിന്നുള്ള മണ്ണ് ബർക്കത്തിനെടുത്തത് കൊണ്ടല്ലേ ഉണ്ടായിത്തീരുന്നത്.
അവിടെ നിന്നിങ്ങോട്ട് തങ്ങളുടെ ഖബറിങ്കിൽ പോയിക്കൊണ്ട് പ്രയാസത്തിന്റെ നേരത്തിലും ബുദ്ധിമുട്ടിന്റെ നേരത്തും ബർക്കത്തെടുക്കാൻ പോയിട്ടുള്ളവർ ആരൊക്കെയാ? അവിടുത്തെ ഖബറിമേൽ മുഖമവർത്തി വെച്ചുകൊണ്ട് ആശ്വാസം നേടിയിട്ടുള്ള ആളുകൾ ആരൊക്കെയാ? അള്ളാഹുവിന്റെ റസൂലിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബാക്കൾ ധാരാളം പേർ അവരുടെ കൂട്ടത്തിലുണ്ട്. ഞാനതിന്റെ കഥയൊക്കെ പറഞ്ഞ് ദീർഘിപ്പിക്കുകയല്ല. അബൂ അയ്യൂബ് അൽ അൻസാരി, ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ സ്വഹാബികളുടെ ഒരുപാട് ആളുകൾ, മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങളെ പോലുള്ള വലിയ വലിയ താബിഈ മഹത്തുക്കൾ, ഇത്തരം ആളുകളൊക്കെയും അവരുടെ പ്രയാസകരമായ പ്രതിസന്ധി വേളകളിലും മുട്ടിപ്പോകുന്ന സംസാരം മുട്ടിപ്പോകുന്ന പ്രയാസങ്ങളിലും എല്ലാം മുത്തനബിയുടെ ഖബറിങ്കിൽ ചെന്ന് ആ തിരു ഖബറിങ്കിൽ തന്റെ കണ്ണും മൂക്കും ചുണ്ടും വെച്ചുകൊണ്ട് അമർത്തിപ്പിടിച്ചുകൊണ്ട് ബർക്കത്തെടുത്തുകൊണ്ടാണ് അവരുടെ രോഗങ്ങൾക്ക് ശമനം നേടിയിരുന്നത്. ആ മഹത്തുക്കളെല്ലാം ബർക്കത്തെടുത്തിട്ടുള്ളത് ശിർക്കാണ്. ഇത് തൗഹീദ് തെറ്റിപ്പോകും എന്ന് വാദിക്കുന്ന വാദം എത്രമേൽ ആപൽക്കരമാണ്. ചിന്തിക്കുന്നത് അവർ തൗഹീദിന്റെ ഭാഗം ശക്തിപ്പെടുത്താനാണ്. പക്ഷേ അതിതീവ്രതയുടെ ഭാഗത്തേക്ക് തൗഹീദിന്റെ നിർവചനം കൊണ്ടുപോയി വെച്ച് കെട്ടിയിട്ടുള്ളവർ അതിന്റെ മറുവശത്തെ റിസാലത്തിന്റെ ഭാഗത്ത് വീഴ്ച വരുത്തുകയാണ്. ഇതെപ്പോഴും ബാലൻസ് ഒപ്പിച്ച് നിൽക്കണമെങ്കിൽ വലിയ പാടാണ്. ഇസ്ലാം ദീനിന്റെ ആശയങ്ങൾ, ഇസ്ലാം ദീനിന്റെ ആചാരങ്ങൾ, ഇവിടുത്തെ പ്രമേയം നിങ്ങൾക്കറിയാലോ, സന്തുലിത സരണി, പൈതൃക സരണി. ഈ പൈതൃക സരണി സന്തുലിതമാണ്. സന്തുലിതമായ അള്ളാഹുവിന്റെ ദീനിന്റെ ഈ മഹത്തായ സ്വഭാവത്തെ വിശേഷിപ്പിക്കാൻ അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത് മീസാൻ എന്നാണ്. ത്രാസ്, ബാലൻസ് ഒപ്പിക്കുന്നതും കൃത്യമായി അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ മാറാതെ ഏറാതെ കുറയാതെ കൃത്യത ഒപ്പിക്കുന്നതല്ലേ മീസാൻ. അല്ലാ തത്വഉ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് അൽ ഖിസ്താസുൽ മുസ്തഖീം എന്നിങ്ങനെ അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചാണ്, അല്ലാഹുവിന്റെ ഹബീബ് കൊണ്ടുവന്ന മില്ലത്തിനെ കുറിച്ചാണ്. ആ മില്ലത്തിന്റെ പ്രത്യേകതയാണിത്. ബാലൻസ് ഒത്തുകൊണ്ട് നിൽക്കണമെങ്കിൽ വളരെ പാടുണ്ട്. അല്ലാഹുവിന്റെ ഭാഗം കൂടിയാൽ മുത്തുനബിയുടെ ഭാഗത്ത് താഴ്ച വരും, കുറവ് വരും. മുത്തുനബിയുടെ ഭാഗത്തേക്ക് കൂടുതൽ കൂടിയാൽ അള്ളാഹുവിന്റെ ഭാഗത്തേക്ക് എല്ലാ നിലയിലും താഴ്ച വരും. അത് വളരെ ഒപ്പിച്ചിട്ട് കൊണ്ടുപോകണം. ആരും ക്രിസ്ത്യാനികളും കാഫിറുകളല്ലേ. എന്തുകൊണ്ടാണ് അവർ കാഫിറുകളായത്? ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റിസാലത്ത് അംഗീകരിക്കാത്തത് കൊണ്ടല്ലേ. തൗഹീദ് ഉണ്ടായാൽ പോരാ, അള്ളാഹുവിന്റെ ഭാഗത്ത് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ മുഴുവൻ വിശ്വസിച്ചാൽ പോരാ, അതിന്റെ കൂടെ തന്നെ മുത്തുനബിയുടെ ഭാഗത്തെ റിസാലത്തിന്റെ ഭാഗവും കൃത്യമായി വിശ്വസിക്കണം. ഇത് രണ്ടും ചേർത്തുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് പ്രഖ്യാപിക്കണം. അപ്പോഴേ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. ഇവിടെ നമ്മൾ തൗഹീദിന്റെ ഭാഗത്ത് ഒപ്പിക്കാൻ വേണ്ടി, ഉയർത്താൻ വേണ്ടി ചിർക്ക് വരരുതോ. തൗഹീദ് തൗഹീദ് എന്ന് പറഞ്ഞിട്ട് അവനവന്റെ സ്വന്തം ഇച്ഛക്കനുസരിച്ച് ഉണ്ടാക്കുമ്പോൾ തൗഹീദിന്റെ ഭാഗത്തുണ്ടാക്കിയവർക്കെല്ലാം സംഭവിച്ചിട്ടുണ്ട് ഈ വീഴ്ച. മുത്തുനബിയുടെ ഭാഗത്ത് കുറവ്. വിദ്യാർത്ഥികാർക്കുള്ള സ്വഭാവം ഒക്കെയും അങ്ങനെ വന്നതാ. ഖവാരിജുകൾ തൗഹീദിന്റെ ഭാഗത്തിന് തീവ്രത കൊടുത്തവരാണ്. മുഅ്തസിലത്ത് തൗഹീദിന്റെ ഭാഗത്തിന് തീവ്രത കൊടുത്തവരാണ്. ആ തൗഹീദിന്റെ ഭാഗത്തിന് തീവ്രത കൊടുത്തിട്ടുള്ള അവർ മറുഭാഗത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെയും റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കളുടെയും കാര്യത്തിൽ അതീവ വീഴ്ച വരുത്തിപ്പോയി. നബിയുടെ ഉമ്മത്തിനെ കാഫിറാക്കുന്ന കാര്യത്തിൽ അതീവ ഗുരുതരമായ തെറ്റുവരുത്തിപ്പോയി. ഇത് അല്ലാഹു തആല ഏതൊരു ഭാഗമാണോ വിശ്വസിക്കാൻ പറഞ്ഞത് ആ ഭാഗത്ത് വിശ്വസിക്കുമ്പോഴൊക്കെ വരും. ഇനി നോക്കൂ നിങ്ങൾ, ഷിയാക്കൾ റിസാലത്തിന്റെ ഭാഗത്ത് ഒരൽപ്പം അതിതീവ്രത അവർ വരുത്തിയപ്പോ ആ റിസാലത്തിന്റെ ഭാഗത്ത് തീവ്രതക്കൊപ്പം മറുഭാഗത്ത് അള്ളാഹുവിന്റെ ഭാഗത്ത് വരേണ്ട ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് ഒരുപാട് മോശം വന്നു, വീഴ്ചകൾ വന്നു. ഇത് അപ്പുറവും ഇപ്പുറവും ബാലൻസ് ഒപ്പിച്ചിട്ട് നിർത്തണമെങ്കിൽ വളരെ കൃത്യത നോക്കണം. അത് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച അതേ രീതിയിൽ മനസ്സിലാക്കിയിട്ടുള്ള സ്വഹാബാക്കളിൽ നിന്ന് ദീന് കിട്ടണം. സ്വഹാബാക്കളിൽ നിന്ന് താബിഉകൾക്കും, താബിഉകളിൽ നിന്ന് തബഉ താബിഉകൾക്കും, അവരിൽ നിന്ന് അവരുടെ അനുഗാമികൾക്കും എന്നിങ്ങനെ പൈതൃകമായി നമ്മുടെ പിതാക്കളിലൂടെ, മുസ്ലിം പിതാക്കളിലൂടെ കൈമാറി വന്നു കിട്ടണം. അതങ്ങനെ കിട്ടുമ്പോൾ മാത്രമേ അള്ളാഹുവിന്റെ ഹബീബ് കൊണ്ടുവന്ന ദീനിന്റെ പരിശുദ്ധി നഷ്ടപ്പെടാതെ, അതിന്റെ പൂർണ്ണത നഷ്ടപ്പെടാതെ, വളയാതെ മുസ്തഖീമായ രീതിയിൽ അള്ളാഹുവിന്റെ ദീന് കിട്ടുകയുള്ളൂ. ആ ദീനിന്റെ സ്വഭാവം ആചാരത്തിലെത്തുമ്പോൾ അതിന്റെ കൃത്യത നോക്കണമെങ്കിൽ ആചാരങ്ങളുടെ നിയമങ്ങൾ കൃത്യമായി നോക്കിയിട്ട് പ്രമാണങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള മദ്ഹബുകൾ സ്വീകരിക്കണം.
മദ്ഹബുകൾ സ്വീകരിക്കുമ്പോഴാണ് മുളച്ചു നിൽക്കാതെ, അപ്പുറത്തും ഇപ്പുറത്തും വളവ് വരാതെ, താഴ്ചയും മുഴച്ചിലും വരാതെ കൃത്യമായ രീതിയിൽ ഒരാൾക്ക് ജീവിച്ചു മുന്നേറണമെങ്കിൽ നാലാലൊരു മദ്ഹബ് പിടിക്കണം. ആ 4 മദ്ഹബുകളിൽ ഇസ്ലാം ദീനിന്റെ മില്ലത്തിന്റെ കൃത്യതയുടെ ത്രാസ് ഏറ്റവും ഫിറ്റാകുന്ന മദ്ഹബിലാണ് ഭാഗ്യവശാൽ നമ്മൾ കേരളക്കാരെത്തി നിൽക്കുന്നത്. മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ്. ഇമാമുന ശാഫിഈ തങ്ങൾ ഒരിക്കൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഇമാമുന ശാഫിഈ തങ്ങൾക്ക് കയ്യിൽ ഒരു ത്രാസ് ഏൽപ്പിക്കുന്നു. ആ ത്രാസ് ഇമാമുന ശാഫിഈ തങ്ങൾ അവർകളിൽ ഏറ്റുവാങ്ങുന്നു. ഈ ത്രാസ് കൊണ്ട് നടക്കേണ്ടയാൾ നിങ്ങളാണെന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പ്രഖ്യാപിക്കുന്നത്. ഇതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത്, മഹത്തുക്കളിൽ ഇതിന് വ്യാഖ്യാനം പറഞ്ഞത്, ഇമാം അവർക്ക് മുമ്പിൽ തന്നെ അവർ വ്യാഖ്യാനം ഓതിക്കൊടുത്തത് എന്താണ്? മില്ലത്തുകളിൽ ഏറ്റവും സന്തുലനത്തിന്റെ മില്ലത്തായ, കൃത്യതയുടെ മില്ലത്തായ, ഏറ്റക്കുറിച്ചിലുകളില്ലാത്ത കൃത്യതയുടെ മില്ലത്തായ, ത്രാസിന്റെ മില്ലത്തായ അള്ളാഹുവിന്റെ ദീൻ, അഷ്റഫുൽ ഖൽഖിന്റെ ദീൻ, കുറ്റമറ്റ സമ്പൂർണമായ ദീൻ, ആ ദീനിന്റെ ആചാരപരമായ കാര്യത്തിലുള്ള മദാഹിബുകളിൽ ഏറ്റവും കൃത്യമുള്ള ത്രാസാണ് നിങ്ങളുടെ മദ്ഹബ് എന്നാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ സന്ദേശം നൽകിയത്. ഈ ദർശനത്തിൽ നിന്നും പഠിക്കുന്ന സന്ദേശം ഇതാണ്: ശരിയായ മുസ്തഖീമായ സന്തുലനത്തിന്റെ ത്രാസായ മില്ലത്തിന്റെ സുന്നത്തിനോട് ഏറ്റവും കൃത്യമായി പാലനം ചെയ്യുന്ന, ഏറ്റവും കൃത്യത പാലിക്കുന്ന യഥാർത്ഥത്തിലുള്ള മദ്ഹബ് നിങ്ങളുടെ മദ്ഹബാണ്. മദ്ഹബിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതുകൊണ്ടാണ് വഹാബിസത്തിലേക്ക് പോകുമ്പോൾ മറ്റു മദ്ഹബുകാരൊക്കെ പോകുന്ന പോയിന്റുകളിൽ പോലും, അവർക്കൊക്കെ സംഭവിക്കുന്ന വിടവുകളിൽ പോലും കാലിടർച്ച സംഭവിക്കാതെ ശാഫിഈ മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ കേരളീയ മുസ്ലിങ്ങൾ ചുണയോടുകൂടെ വളയാതെ സുന്നത്തിന്റെ മാർഗത്തിൽ നിലയുറപ്പിക്കുന്നത്. മഖ്ദൂമുകൾക്ക് ഇതിൽ വലിയ സ്വാധീനമുണ്ട്, ബന്ധമുണ്ട്. ആ മഖ്ദൂമുകൾ വന്ന സുന്നത്തിലാണ്, അവർ നമുക്ക് പഠിപ്പിച്ചതെന്ന ഈ ചര്യയിലാണ്, ഈ പൈതൃകത്തിന്റെ സരണിയിലാണ് വഹാബിസം വിള്ളൽ വീഴ്ത്തിയത്. ചെറിയ വിള്ളലല്ല, വിശ്വാസരംഗത്തുള്ള വിള്ളലായിരുന്നു. ആചാരരംഗത്തേക്കും അത് വ്യാപിച്ചു. മദ്ഹബിനെതിരിലും അവർ വേണ്ട വിധം സംസാരിച്ചു, മദ്ഹബിനെയും കൊച്ചാക്കി പറഞ്ഞു. ഈ വിധത്തിൽ മദ്ഹബിനെയും വിശ്വാസ സരണിയെയും നാശാക്കിയിട്ടുള്ള വഹാബിസത്തിനെതിരെ ദീനിന്റെ ശരിയായ ബാലൻസ് ഒപ്പിച്ചിട്ട് വിശ്വാസ രംഗത്തും കർമ്മരംഗത്തും നമ്മൾ നിൽക്കണമോ? അങ്ങനെ നിൽക്കണമെങ്കിൽ നമുക്ക് എന്തു വേണം? നമുക്ക് തീർച്ചയായും രണ്ടാലൊരു വിശ്വാസത്തിന്റെ സരണി, അശ്അരി മാതുരീദി എന്നീ രണ്ടാലൊരു സരണി, അതല്ലെങ്കിൽ 4 മദ്ഹബ്, കർമ്മപരമായ വിഷയങ്ങളിൽ 4 മദ്ഹബ്. ഈ 4 മദ്ഹബിൽ രണ്ടാലൊരു വിശ്വാസ സരണിയിൽ നമ്മൾ അടിയുറച്ചു നിൽക്കണം. അതിന്റെ വിശദീകരണം പറയേണ്ട സമയമല്ലല്ലോ പൊതുവായ സമ്മേളനങ്ങൾ. ക്ലാസ്സുകളിൽ നമ്മളത് കേൾക്കും. നമ്മുടെ പഠന ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു, അതിലിത് വിശദീകരിച്ചിട്ടുണ്ട്. പല ക്ലാസ്സുകളിലും ഇത് വിശദീകരിക്കാറുണ്ട്. മനസ്സിലാക്കേണ്ടവർക്ക് അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന മലയാളത്തിൽ ബുക്കുണ്ട്. സുന്നി യുവജന ഫെഡറേഷന്റെ കീഴിലുള്ള IPS പ്രസിദ്ധീകരിച്ച പുസ്തകം. ആ പുസ്തകം മലയാളത്തിലുള്ളത് വായിക്കുക. അഹ്ലുസ് സുന്നത്തിന്റെ ശരി സരണി ഇതാണ്. ഈ സരണിയിൽ അടിയുറപ്പിച്ചു നിർത്തുന്ന മഹത്തായ പ്രവർത്തനമായിരുന്നു നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ചെയ്തിരുന്നത്. ഇതിൽ അള്ളാഹുവിന്റെ റസൂലിനെ, റസൂലുള്ളാഹിന്റെ ശേഷം അവിടുത്തെ സ്വഹാബത്തിനെ, സ്വഹാബത്തിന്റെ ശേഷം അവിടുത്തെ താബിഈങ്ങളെ, ശേഷം വന്നിട്ടുള്ളവരിൽ മഹത്തുക്കളെ ബർക്കത്തെടുക്കുന്നതിനോ അവരിൽ നിന്ന് അവരുടെ ആസാറുകളോ അവരുടെ തിരുതാത്തുകളോ കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേട്ടം നേടാൻ വേണ്ടി ശറഅ് പറഞ്ഞ വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിനോ യാതൊരുവിധ തകരാറുമില്ല എന്ന് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഒരു ബാബു തന്നെ വെച്ചിട്ടുള്ളത്, ബാബു മാ ദുക്റ മിൻ ദിർഇൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസാഹു വസൈഫിഹി വഖദിഹിഹി വഖാതമിഹി വമസ്തഅമലൽ ഖുലഫാഉ ബഅദഹു വമസ്തഅമലൽ ഖുലഫാഉ ബഅദഹു മിൻ ദാലിക മിമ്മാ ലം യുദ്കർ ഖിസ്മതുഹു വമിൻ ശഅരിഹി വനഅലിഹി വആനിയതിഹി മിമ്മാ തബറക അസ്ഹാബുഹു വഗൈറുഹും ബഅദ വഫാതിഹി. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതിന്റെ ശേഷം റസൂലുള്ളാഹിന്റെ ആസാറുകളിൽ നിന്നും തിരുശേഷിപ്പുകളിൽ നിന്നും എന്തൊക്കെയാണ് ബർക്കത്തെടുത്തത്, ഏതൊക്കെ സംഗതികൾ കൊണ്ടാണ് ബർക്കത്തെടുത്തത്? അവിടുത്തെ തിരുവാള്, അവിടുത്തെ തിരുമുടി, അവിടുത്തെ തിരുമോതിരം,
അവിടെ നിന്ന് പാനം ചെയ്യാൻ ഉപയോഗിച്ച കോപ്പ, അവിടെ നിന്ന് യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന വാള്, അവിടെ നിന്ന് കുത്തിപ്പിടിച്ചിരുന്ന വടി, അവിടെ നിന്ന് മേനയിൽ ധരിച്ചിരുന്ന പടയങ്കി തുടങ്ങി സ്വഹാബാക്കളും ഖലീഫമാരും വരെ ബർക്കത്തെടുക്കാൻ വേണ്ടി പ്രയോഗിച്ചിരുന്ന ആ സംഗതികളെല്ലാം ഇതേ പേരിൽ തബറക എന്ന് പറഞ്ഞുകൊണ്ട് ബർക്കത്തെടുക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വസ്തുക്കളെ പറ്റി എല്ലാമുള്ള വിവരണം എന്നാണ് മഹാനായ ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കൊടുക്കുന്നത്. ആ അധ്യായത്തിന്റെ ചന്തം ഒന്ന് ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി തങ്ങളുടെ മോതിരം 4 ഖലീഫമാരിൽ 3 ഖലീഫമാരും സുഖകരമായി ധരിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ മോതിരം വെള്ളിയുടെ മോതിരം, മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് അള്ളാഹ് എന്ന ആദ്യത്തിലും റസൂൽ എന്ന് 2ാമത്തെ വരിയിലും മുഹമ്മദ് എന്ന് 3ാമത്തെ വരിയിലും എഴുതിയ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് മുദ്രണമായി നബി തങ്ങൾ സീല് വെക്കാൻ ഉപയോഗിക്കുന്ന ആ മോതിരം തങ്ങൾക്ക് ശേഷം ധരിച്ചത് തങ്ങളുടെ ഖലീഫ സിദ്ദീഖുൽ അക്ബർ തങ്ങളായിരുന്നു. ആ മോതിരം ഭരിച്ചുകൊണ്ട് പതിരിച്ചുകൊണ്ട് അവർ ഭരിച്ച കാലത്തൊക്കെയും വളയാതെ പൊളയാതെ നിൽക്കാൻ ആ മോതിരത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഖിലാഫത്തിൽ ഖലീഫക്ക് സാധിച്ചു. 2ാമത് അതേ മോതിരം കൈമാറപ്പെട്ടത് ഉമറുൽ ഫാറൂഖ് തങ്ങളിലേക്കാണ്. 10 വർഷത്തിൽ ചില്ലാനം ആയുസ്സുണ്ടായിട്ട് ആ കൊല്ലത്തിൽ ദീനതിന്റെ കഴുത്ത് ഒട്ടകം കഴുത്ത് നീട്ടി വയറ് നിറച്ച് ദാഹം തീർത്ത് ഒട്ടകം കഴുത്ത് നീട്ടി എമ്പക്കം വിടുന്നത് പോലെ ദീനിന് മതിയായോ എന്നും പറഞ്ഞ് ദീന് കഴുത്ത് നീട്ടുന്ന അത്രയിൽ ദീനിനെ സമ്പൂർണമാക്കി വയറ് നിറച്ചിട്ടാണ് ഉമറുൽ ഫാറൂഖ് എന്നവർ കാലഗതി പ്രാപിച്ചത്. അക്കാലം അത്രയും അവർ ഈ മോതിരത്തിന്റെ ബർക്കത്ത് കൊണ്ട് സുഭിക്ഷമായി ധരിച്ചു. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന 3ാം ഖലീഫ തന്റെ ആദ്യത്തെ 3-4 വർഷങ്ങളിൽ ഈ മോതിരം ധരിച്ചു. പിന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അരീസിലേക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ഈ മോതിരം വീണതിൽ പിന്നെ ആ മോതിരം തിരഞ്ഞിട്ടും കിണർ വറ്റിച്ചിട്ടും അത് കിട്ടാതെ പോയിടം മുതൽക്കാണ് മുസ്ലിം സമുദായത്തിൽ ഭരണത്തിന്റെ പേരിലുള്ള വിപ്ലവങ്ങളും കുഴപ്പങ്ങളും ഉണ്ടായത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെതിരെ ആളുകൾ പല പരാതികളും പറഞ്ഞു തുടങ്ങിയത്. മുസ്ലിമീങ്ങളിൽ തന്നെ വികൃതി സേവകന്മാർ മഹാനരെ കൊല്ലാൻ വേണ്ടി സംഘം കൂടിയത്. അവസാനം ഖലീഫ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കെ അവരുടെ മുസഹഫിലേക്ക് തന്റെ ഗണത്തിൽ നിന്നും രക്തം തെറിച്ചു വീഴുന്ന രീതിയിൽ മഹാനർ അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടതിൽ കലാശിച്ചിട്ടുള്ള വിപ്ലവം ഈ മോതിരം നഷ്ടപ്പെട്ടത് മുതൽക്കാണുണ്ടായത്. ഇതൊക്കെ ചരിത്രത്തിൽ കാണാം. ഇത്തരം എല്ലാ തിരുശേഷിപ്പുകൾ കിട്ടിയതുകൊണ്ടും സ്വഹാബാക്കൾ യഥാവിധം ബർക്കത്തെടുത്തുകൊണ്ടാണ് ഈ ലോകത്ത് ദീൻ നടത്തിയത്. ഖുലഫാക്കൾ അവരുടെ ഭരണം നടത്തിയത്. ഖലീഫമാർ പ്രത്യേകമായി ഉപയോഗിച്ചിട്ടുള്ളവ, തിരുനബിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള രോമങ്ങൾ, അവിടുത്തെ ശിരുമുടികൾ, ആ മുടികൾ ആർക്കൊക്കെ എവിടെയൊക്കെ കിട്ടിയോ അവരതിനെ എന്തിനെല്ലാം ഉപയോഗിച്ചു. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു തങ്ങളുടെ കുപ്പായം കിട്ടിയിരുന്നു അദ്ദേഹത്തിന്, തങ്ങളുടെ ഉടുമുണ്ട് കിട്ടിയിരുന്നു മുആവിയ തങ്ങൾക്ക്, തങ്ങളുടെ മേൽത്തട്ടം കിട്ടിയിരുന്നു മഹാനവറുകൾക്ക്, ഒരൽപ്പം മുടിയും കിട്ടിയിരുന്നു മഹാനവറുകൾക്ക്. ഇതെല്ലാം കൂടി താൻ സൂക്ഷിച്ചു വെച്ചിരുന്നത് മുഴുവൻ താൻ മരണപ്പെട്ട ശേഷം എന്നെ കഫൻ ചെയ്യുമ്പോൾ എൻ്റെ കഫൻ പുടവയാക്കി ഇതിനെ ഉപയോഗിക്കുകയും ആ കഫൻ പുടയിൽ മുടി പോലുള്ള ശേഷിപ്പുകൾ വെച്ചുകൊണ്ട് എന്നെ മറമാടുകയും വേണം. അതിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ പാപം രക്ഷപ്പെടട്ടെ എന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് അക്കാര്യം നിർവഹിക്കപ്പെട്ടുകൊണ്ടാണ് അള്ളാഹുവിന്റെ ലോകത്തേക്ക് യാത്രയായത്. ഖലീഫമാരിൽ ഉമവി ഖലീഫമാരുടെ ഏറ്റവും തിളങ്ങുന്ന താരകമായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തന്റെ പിതാമഹൻ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ അതേ നീതിയുടെ ഭരണ നായകമായി വഹിച്ചിട്ടുള്ള ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അവർകൾ തനിക്ക് കിട്ടിയിട്ടുള്ള അല്പം മുടിയും തങ്ങളുടെ മുടികളിൽ നിന്ന് നഖങ്ങളിൽ നിന്നൊരൽപ്പം നഖവും ഞാൻ മരിച്ചാൽ ഇത് നിങ്ങൾ പിടിച്ചിട്ട് എൻ്റെ കഫംകുടയിൽ വെച്ചിട്ട് വേണം എന്നെ മറമാടാൻ എന്ന് പ്രത്യേകം വസിയ്യത്ത് ചെയ്യുകയും അതപ്പടി തന്നെ ആളുകൾ അത് പാലിക്കുകയും അദ്ദേഹത്തിൻ്റെ കഫൻകുടയിൽ വെക്കുകയും ചെയ്തുകൊണ്ടാണ് അവർ വഫാത്തായത്. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ അവർകൾ മുഅ്തസിലത്തിന്റെ ആ വീര്യകാലത്ത് ജയിലിലടക്കപ്പെട്ടപ്പോൾ ഫദ്ൽ ഇബ്നു റബീഅ തങ്ങൾ മഹാനർക്ക് ഏതാനും മുടികൾ കൊണ്ടുകൊടുത്തു. 3 മുടി. ഈ 3 മുടികൾ കിട്ടിയപ്പോ ഈ 3 മുടികളും മരിക്കുന്നത് വരെ വെച്ചിട്ട് മഹാനർ വസിയ്യത്ത് ചെയ്യുന്നു, ഞാൻ മരിച്ചാൽ ഇതിലെ ഒരു മുടി എൻ്റെ വലത് കണ്ണിലും മറ്റൊരു മുടി എൻ്റെ ഇടത് കണ്ണിലും ബാക്കി ഒരു മുടി എൻ്റെ നാക്കിന്മേലും വെച്ചുകൊണ്ട് വേണം നിങ്ങൾ എൻ്റെ കഫൻകുടയിൽ വെക്കാൻ.
എൻ്റെ നാക്ക് ശരിക്കും മലക്കുകളുടെ ചോദ്യത്തിൻ്റെ മുൻപിൽ മുട്ടിപ്പോകാതിരിക്കാൻ ഇതിൻ്റെ ബറക്കത്ത് പറ്റും. എനിക്ക് കണ്ണുകൊണ്ട് കിട്ടുന്ന ആ ബറക്കത്തും കണ്ണിൽ വെച്ചിട്ട് കിട്ടുന്ന കുളിർമയും എനിക്ക് രക്ഷക്കുതകും. അത് വേണം നിങ്ങൾ ചെയ്യാനെന്ന് പറഞ്ഞ അഹ്മദ് ബിൻ ഹംബൽ ഇമാമു അഹ്ലി സുന്ന അവരിതുമായാണ് വഫാത്തായത്. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്നും ഒരു പിഞ്ഞാണം മേടിച്ചിരുന്നു ഫിറാസ് എന്ന് പറയുന്ന സ്വഹാബി. സഫിയ ബിന്തു ബഹ്റ ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു, എന്റെ പിതൃവ്യൻ ഫിറാസ് എന്ന് പറയുന്ന സ്വഹാബി വര്യൻ റസൂലുള്ളാഹി തങ്ങൾ തിന്നുന്നത് കണ്ടു. ഒരു പിഞ്ഞാണത്തിൽ, ഒരു പ്ലേറ്റിൽ, ആ പ്ലേറ്റിൽ തിന്നുന്നത് കണ്ടപ്പോ അദ്ദേഹം ആ പ്ലേറ്റ് അവിടെ നിന്ന് എനിക്ക് തന്നാലും എന്ന് ആവശ്യപ്പെട്ടത് ബർക്കത്തിനാ. തങ്ങൾ അദ്ദേഹത്തിന് ആ പ്ലേറ്റ് കൊടുത്തു. ചോദിച്ചവരെയൊന്നും തങ്ങൾ മുടക്കിയിട്ടില്ലല്ലോ. ആ പ്ലേറ്റ് കൊടുത്തു. ആ പ്ലേറ്റിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഭക്ഷിച്ചിരുന്നത് എന്ന് മാത്രമല്ല, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇദാ ജാഅനാ, ഞങ്ങളുടെ കുടുംബത്തിൽ അദ്ദേഹം വന്നാൽ ഖാൽ, അദ്ദേഹം പറയും, അഖ്രിജൂ ഇലയ്യ ഖസ്അത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ആഹാരം കഴിക്കാൻ ഉപയോഗിച്ച ഒരു പ്ലേറ്റ് നിങ്ങളുടെ കയ്യിലില്ലേ, അതൊന്ന് എനിക്ക് പുറപ്പെടുവിച്ചു തരുക. ആ പ്ലേറ്റ് ഒന്ന് എൻ്റെ കയ്യിൽ തരുക. അത് മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് സംസം നിറച്ചിട്ട് അതുകൊണ്ട് കുടിച്ചിട്ട് ബറക്കത്തെടുത്ത് തൻ്റെ കണ്ണിലും മുഖത്തുമൊക്കെ അത് വാരിപ്പൊത്തിയിട്ട് അതിൻ്റെ ബറക്കത്തെടുക്കുന്നു ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതാണ് സ്വഹാബാക്കളുടെ ചര്യ. ഈ ചര്യ അതേവിധം തുടർന്ന സ്വഹാബാക്കൾ, ശേഷം വന്ന മഹാന്മാരും അങ്ങനെ തന്നെ. വലിയൊരു തെളിവൊന്നും അവർക്ക് ഇതിന് ആവശ്യമുണ്ടായിരുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, ഹാറൂൻ റഷീദ് തങ്ങളുടെ മകൻ ദീർഘകാലം ഭരിച്ചിട്ടുള്ള അബ്ബാസി ഖലീഫയാണ് മഅ്മൂൻ. ആ മഅ്മൂൻ ഖാദി യഹ്യ ഇബ്നു അഖ്സം എന്നിവരോട് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ വാചകം ശ്രദ്ധിക്കുക. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും തിരുശേഷിപ്പുകളെ കുറിച്ചുള്ള മഹാന്മാരുടെയും ഈ ഉമ്മത്തിന്റെയും മനോഭാവം മനസ്സിലാക്കാൻ ഇത് പറ്റും. ബഹുമാനപ്പെട്ട ഖലീഫ മഅ്മൂൻ അദ്ദേഹം ഖാദി യഹ്യ ഇബ്നു അഖ്സമിനോട് വിവരിക്കുന്നു, വഇന്ന റജുല ലയതീനി ബിൽ ഖിത്അതി മിനൽ ഊദ്, എന്തെങ്കിലും അഭയവസ്തു എന്നും പറഞ്ഞുകൊണ്ട് ഒരു കഷ്ടവുമായി ആരെങ്കിലും ഒരാൾ എൻ്റെ അടുക്കൽ വരും. ഔ ബിൽ ഹശ്ബ, അല്ലെങ്കിൽ ഒരു മരക്കൊള്ളി കൊണ്ടുവരും. ഔ ബിശൈഇല്ലദീ ലഅല്ല ഖീമതഹു ലാ തകൂനു ഇല്ലാ ദിർഹമൻ ഔ നഹ്വ, ഒരു ഉറുപ്പിക മാത്രം വിലയുണ്ടാകും, ഒരു വെള്ളി ഉറുപ്പിക, അത്രമാത്രം വിലയുള്ള എന്തെങ്കിലും ഒരു വസ്തു, അതൊരു മരക്കഷ്ണമാകാം, ഒരു കല്ലു കഷ്ണമാകാം, ഒരു തുണി കഷ്ണമാകാം, അത്തരം എന്തെങ്കിലും കൊണ്ടുവരും. എന്തെങ്കിലും കൊണ്ടുവന്നിട്ട് അവർ പറയും, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ ഇതിന്മേലൊന്ന് വെച്ചിട്ടുണ്ട്. ഔ ബി അസാഫിലിഹി, അല്ലെങ്കിൽ ഇതിന്റെ അടിഭാഗത്ത് നബി തങ്ങളൊന്ന് കൈ വെച്ചിട്ടുണ്ട്. ഔ മസ്സഹു, അല്ലെങ്കിൽ തങ്ങൾ അതിനെ ഒന്ന് തൊട്ടിട്ടുണ്ട്. ഇങ്ങനെ തങ്ങളുടെ കൈ തട്ടി എന്നോ കൈ വെച്ചു എന്നോ കൈ തൊട്ടി എന്നോ അടിഭാഗത്ത് തട്ടി എന്നോ പറയുന്ന വസ്തുക്കളെല്ലാം ഒരു ഉറുപ്പികക്ക് വിലയുള്ളതായിട്ടും ഇതും പറഞ്ഞു വരുന്നയാൾ വാക്ക് വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരാളല്ല, അദ്ദേഹത്തെ അംഗീകരിക്കാൻ പറ്റുന്ന ഒരാളല്ല, പറഞ്ഞാൽ ചാരണം കൊള്ളാനും പിടിക്കാനും പറ്റുന്ന ഒരാളല്ല. ഈ വന്ന മനുഷ്യൻ സത്യമാണ് പറയുന്നത്, തങ്ങളുടെ കൈതട്ടിയിരിക്കുന്നു എന്ന് സത്യമാണെന്ന് പറയുന്ന ഒരു രേഖയും എൻ്റെ കയ്യിലില്ല. ഇല്ല അന്നി ബിഫറത്തിൻ നിയ്യതി വൽ മഹബ്ബ, നബിയോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം കൊണ്ടും നബിയുടെ എന്തെങ്കിലും തിരിശേഷിപ്പ് കിട്ടിയാൽ അതിനോടുള്ള അങ്ങേയറ്റത്തെ വിചാരം കൊണ്ടും സദ്വിചാരം കൊണ്ടും അഖ്ബലു ദാലിക്, അയാളിൽ നിന്ന് ഞാനത് മേടിക്കും. 1000 സ്വർണം കൊടുത്തിട്ടാ ഇത് മേടിക്കുക. ഒരു മരക്കൊള്ളി, ഒരു തുണി കഷ്ണം. വിശ്വസിക്കാൻ പറ്റിയ ആളല്ല, തെളിവില്ല, എന്നിട്ടും ഞാനത് മേടിക്കും. എന്നിട്ട് ഞാൻ മേടിച്ചിട്ട് എന്റെ മുഖത്തും എന്റെ കണ്ണിലും ഞാനത് വെച്ചുകൊണ്ട് ബറക്കത്തെടുക്കും. അതിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ബറക്കത്തെടുക്കും. അതൊന്ന് തൊട്ടുകൊണ്ട് ഞാൻ ബറക്കത്തെടുക്കും. എനിക്ക് വല്ല രോഗവും വന്നാൽ ആ രോഗത്തിൽ നിന്ന് ഞാൻ ഇതുകൊണ്ട് ശിഫാക്ക് വേണ്ടി, മോചനത്തിന് വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തും. യുസീബുനി, എനിക്ക് വന്നെത്തുന്ന രോഗം, ഔ യുസീബ്
യുസീബു മൻ അഹ്തമ്മു ബിഹി, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആർക്കെങ്കിലും വന്നിരുന്ന രോഗത്തിന് ഇത് ശിഫയാക്കിക്കൊണ്ട് ബറക്കത്തെടുക്കാൻ ഞാൻ കൊടുക്കും. ഫഅസൂനുഹു കസിയാരത്തി ലിനഫ്സി, എൻ്റെ സ്വന്തം നഫ്സിനിക്ക് കാവൽ കൊള്ളുന്നത് പോലെ, സുരക്ഷ നിൽക്കുന്നത് പോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗത്തിനിക്കും ഞാൻ ഇതുകൊണ്ട് മോചനം കിട്ടാൻ വേണ്ടി, ശിഫ കിട്ടാൻ വേണ്ടി ബറക്കത്ത് കൊടുക്കും. വഇന്നമാ ഹുവ ഊദ്, അത് കേവലം ഒരു മരക്കൊള്ളിയാണ്. ലം യഫ്അൽഹു ശൈആ, ആ മരക്കൊള്ളിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്കറിയാം. വലാ ഫളീലത ലഹു തസ്തൗജിബു ബിഹിൽ മഹബ്ബ, അല്ലാഹുവിന്റെ റസൂലിന്റെ മഹബ്ബത്ത് അനിവാര്യമാക്കുന്ന ഒരു പോരിശയും ശ്രേഷ്ഠതയും ഈ മരക്കൊള്ളി എന്ന നിലയിൽ കൊള്ളിക്കില്ലെന്നറിയാം. ഇല്ലാ മാ ദുകിറ മിൻ മസ്സി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കരം തട്ടിയിരിക്കുന്നു, അവിടത്തെ തിരുകൈ തട്ടിയിരിക്കുന്നു എന്ന് പറയപ്പെട്ടതല്ലാതെ മറ്റൊന്നും എനിക്ക് രേഖയില്ല, തെളിവില്ല. അതുമാത്രം കണ്ടുകൊണ്ട് ഞാൻ ഇതിന് 1000 ദീനാറിൽ അപ്പുറം കൊടുത്ത് മേടിക്കും, എന്നിട്ട് ബർക്കത്തെടുക്കുമെന്ന് പറയുന്ന ആ സംഭവം നമ്മൾ ഓർക്കുക. ബഹുമാനപ്പെട്ട ഈ ഉമ്മത്തിലെ വലിയ വലിയ മഹാന്മാർ, മഹാപണ്ഡിതന്മാരുടെ സമീപത്ത് വെച്ചുകൊണ്ട് ബർക്കത്തെടുത്തിരുന്നത് എങ്ങനെയാണെന്ന് ഇതിനെയാണ് ശിർക്കാക്കി ആരോപിച്ചുകൊണ്ട് എല്ലാ തീക്കണം അടങ്ങും. പേര് വിളിച്ചാലും ശരി, ഖബറിൽ എത്തുന്നു പോയാലും ശരി, സിയാറത്ത് കൊണ്ട് പുണ്യം നേടിയാലും ശരി, ഇതൊക്കെ തബറുക്കിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്. മഹാന്മാരെ സിയാറത്തിന് പോകുന്നത് തബറുക്കിനാണ്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, ഇമ്മാലി തബറുക്കി, തബറുക്കിന് വേണ്ടിയുള്ള സിയാറത്ത്. അതാണ് മഹാത്മാക്കളും അഹ്ലുൽ ഖൈറിനെയും നമ്മൾ ചെയ്യുന്ന സിയാറത്ത്. ആ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതേ ആളുകളെയൊക്കെ ശിർക്കിലേക്ക് തള്ളുന്നതുമായാണ് ഇവിടെ ആളുകൾ വന്നത്. തീർച്ചയായും ഇത് അതിതീവ്രവാദമാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയതല്ല. തൗഹീദിനെ അതിതീവ്രവാദപരമായി സമീപിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചതാണ് ഇതിന്റെ കുഴപ്പം. ആ അതിതീവ്രതയിൽ നിന്നും മുക്തമാണ് തൗഹീദിന്റെ സാക്ഷാൽ നിർവചനം. അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്നാണല്ലോ ശരിക്കും അതിന്റെ മൊഴി തന്നെ. ഇലാഹായി അല്ലാഹുവിനെ മാത്രം വിശ്വസിക്കുക, അല്ലാഹുവിനപ്പുറം ഇലാഹുകളെ വിശ്വസിക്കുക, ബഹുദൈവ വിശ്വാസം. ഈ ബഹുദൈവ വിശ്വാസമാണ് നമ്മൾ ഈ ബർക്കത്തെടുക്കുന്നതിന്റെ പേരിൽ സ്വഹാബാക്കളെ പോലെ, താബിഈകളെ പോലെ, ശേഷമുള്ള ഉമ്മത്തിലെ സജ്ജനങ്ങളെ പോലെ ബർക്കത്തെടുത്തതിന്റെ പേരിലാണ് ഈ ഉമ്മത്തിലെ ആളുകളെ മുഴുവൻ പുറത്താക്കുന്നത്. നമ്മൾ ആലോചിക്കുക, ഇതാണ് വാസ്തവത്തിൽ ഈ ഉമ്മത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഫിത്തനകൾ. ഈ ഫിത്തനകൾ ഒരു ഭാഗത്ത് വഹാബിസം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു സമാധാനമുണ്ട്. ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കുക എന്ന പേരിൽ ഒരു 10-40 ദിവസം നമ്മളൊരു വലിയ ക്യാമ്പയിൻ നടത്തിയിരുന്നു. 10-40 ദിവസം നീണ്ടു നിന്നു ആ ക്യാമ്പയിൻ. ഇതുപോലെ സ്വാധീനമുള്ളൊരു ക്യാമ്പയിനും പ്രചാരണവും നമ്മൾ നടത്തിയിട്ടില്ല. അതിൻ്റെ പോസ്റ്ററുകൾ എല്ലായിടത്തും പതിഞ്ഞ് ഈ ശിർക്കാരോപണം അവസാനിപ്പിക്കുക. ഈ ക്യാമ്പയിനു ശേഷം ശിർക്കാരോപണം കുറേ കുറഞ്ഞു. ഇപ്പം ശിർക്കാരോപണമല്ല, ഇപ്പം മറുവശത്തിലൂടെ മറ്റൊരാരോപണമായിട്ടാണ് വരുന്നത്. ഇങ്ങനെ വല്ലതും നമ്മൾ ഏതെങ്കിലും തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ടോ, മഹാത്മാക്കളുടെ ഖബറുകളുമായി ബന്ധപ്പെട്ടോ, അവരുടെ പേരുച്ചരിച്ചുകൊണ്ടോ, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും നിലയിൽ നമ്മൾ വല്ല ബർക്കത്തും എടുത്താൽ അതൊക്കെ ഷിയാക്കളുടെ ആചാരമാണ്, ഷീകളുടെ ആചാരമാണ്. ഷീകളാണ് ഇതൊക്കെ പഠിപ്പിച്ചത്. ഇത്രത്തോളം വരക്കൽ മുല്ലക്കോയ തങ്ങൾ എന്ന സമസ്തയുടെ സ്ഥാപകരായിരുന്ന മഹാനായ തങ്ങൾ വരെ ഷിയ സമ്പാദിച്ചിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹവും ഷിയ നേതാവായിരുന്നു. ആ ഷിയ നേതാവാണ് സമസ്ത രൂപീകരിച്ചത്. ഇത് അദ്ദേഹം ഒരു വഹാബികൾ മാത്രം പറയുന്നതല്ല, വഹാബികൾ സുന്നികളെ കൊണ്ടും പറയിക്കുന്നു. സുന്നികളുടെ പേരിലുള്ളവരും ഇത് പറഞ്ഞു നടക്കുന്നു. പല ത്വരീഖത്തുകാരും പറഞ്ഞു നടക്കുന്നു. ത്വരീഖത്തുകാരൊന്നും അല്ലാതെ സുന്നി വേഷധാരികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു നടക്കുന്നു. ഷിയാക്കളുടെ പാരമ്പര്യം ഖബർ എവിടെയെങ്കിലും കണ്ടാൽ അത് ഷിയാക്കളുടെ പാരമ്പര്യം. IS എന്ന് പറയുന്ന തീവ്രവാദ സലഫിസത്തിന്റെ സൃഷ്ടിയായി എല്ലാവരാലും ഇന്ന് തിരിച്ചറിയപ്പെട്ട ഈ IS അതും പറയുന്ന തന്നെയാണ്. ഖബർ പൊക്കിയതും ഖബർ സിയാറത്തിന് സൗകര്യം ചെയ്തതും അങ്ങനെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതിന് യാത്ര ചെയ്യുന്നതുമെല്ലാം ഷിയയിസത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ ഷിയാക്കൾ ഉണ്ടാക്കുന്നതാണ്. ഷിയായിസത്തെ കുഴിച്ചു മൂടണം. ഇതൊരു പുതിയ വാദമാണ്. ശിർക്കാരോപണത്തെക്കാൾ സ്വാധീനം നേടാനിടയുള്ള വാദം. നമ്മൾ ഇത് തിരിച്ചറിയേണ്ടതുണ്ട്. അള്ളാഹു ഈ സമുദായത്തെ സംരക്ഷിക്കുമാറാവട്ടെ. ഉലമാക്കളുടെ പിന്നിൽ നിന്നുകൊണ്ട് പരമ്പരാഗതമായിട്ട് പൈതൃകമായിട്ട് കിട്ടിയിട്ടുള്ള സുന്നി സരണിയിൽ അടിയുറച്ച് നിൽക്കാനുള്ള ഈമാനും
അതിനുള്ള ശരിയായ ബോധവും അല്ലാഹു ഈ സമുദായത്തിലും ഈ സമുദായത്തിലെ സാധാരണക്കാർക്കും നൽകുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കണം. ആ വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശിർക്കാരോപണം അങ്ങനെ വിട്ട് ഈ സംഘം അതിൻ്റെ ശിർക്കാരോപണത്തിൻ്റെ ശൈലി മാറ്റിയും രൂപം മാറ്റിയും പല വിധേനയാക്കിയിട്ടും പോവുക. അതിൽ ചില സംഘങ്ങൾ ചെറിയ ചെറിയ കാരണങ്ങളിലൊക്കെ ചിലതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശരിയാ, ജിന്ന് മേത്ത് കയറും എന്നത് പണ്ടൊന്നും ആരും സമ്മതിക്കൂലായിരുന്നു വഹാബികൾ. കാര്യമായിട്ട് വഹാബിസത്തിൻ്റെ നേട്ടം പറഞ്ഞിരുന്നത് ഇപ്പം ജിന്ന് മേത്ത് വണ്ടി കയറും, ജിന്ന് ബാധിക്കുമെന്നൊന്നും ഒരാളും പറയില്ല. അത് ഞങ്ങൾ നവോത്ഥാനക്കാർ കൊണ്ടുവന്നിട്ടുള്ളൊരു വലിയ നേട്ടമാണ് എന്നായിരുന്നു. ഇപ്പം ജിന്നിനെ അടിച്ച് ചികിത്സിക്കുന്നൊരു കൂട്ടര് മുജാഹിദീങ്ങളിൽ തമ്മിലുള്ളൊരു വെളിച്ചത്തിൻ്റെ ആളുകളാണ്. വെളിച്ചത്തിൻ്റെ ആളുകൾ. അങ്ങനെ കുറച്ച് ആളുകൾ ജിന്നിൻ്റെ സേവയും ജിന്നിൻ്റെ ഉപദ്രവവും ജിന്നിനെ പോക്കാൻ ആയത്തും, ഞാൻ എൻ്റെ ലേശം ഭാവമൊക്കെ കേട്ടു, ആയത്ത് ഓതുന്നതും അടിച്ചതൊക്കെ കേൾക്കേണ്ടതാ. നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണത്. നമ്മളെ നാട്ടിൽ അസുമാരൊന്നും അങ്ങനെ ചെയ്യൂല, അങ്ങനെ വെക്കില്ല. പറയുന്ന വാക്ക് ഇങ്ങനെ കേൾക്കേണ്ടത് അവർ ഇളങ്ങണ ആളെ കൊണ്ടുവന്നിട്ട് പറയുന്ന വാചകങ്ങൾ വമ്പിച്ച പട്ട ചെയ്ത്താൻ മേത്ത് കയറുന്നതും അത് പോക്കാൻ പറ്റിയ ആയത്തും ജിന്ന് സൂറത്തിൽ നിന്നുള്ള ആയത്തും മറ്റു ഖുർആനായത്തും ജിന്നിനെ ഇളക്കുക, ഇതൊക്കെ സംഭവിച്ചു. എന്നാലും ഖബർ പറ്റൂലപ്പോഴും അവരുടെ ഭാഗമായിട്ടുള്ളവരാണ് അത്രയും നാടുകാണിയിലെ ഖബർ പൊടിച്ചു. എനിക്കറിഞ്ഞുകൊണ്ട് ഞാൻ പത്രത്തിൽ കാണുന്ന റിപ്പോർട്ടും വിശദീകരണമായിട്ട് പല എഴുതും പറഞ്ഞിട്ട് പറയാം, ആരോപണം ഉന്നയിച്ചു സ്റ്റേജിൽ നിന്ന് പറയരുത്. എല്ലാവരും പറയുന്നത് പറയാണ്. പറഞ്ഞ ആളുകൾ പറഞ്ഞത്, പിടികൂടപ്പെട്ട ആളുകൾ പറഞ്ഞത് ഈ വിസ്ഡം എന്ന ആ മുജാഹിദ് വിഭാഗത്തിൻ്റെ മെമ്പർമാരാണ്. ഞങ്ങളത് പൊളിക്കാനായിട്ടുള്ളവരാണ്, ഇഞ്ഞും പൊളിക്കുന്ന. അതൊരു ജിഹാദാണ് എന്ന് പറയുന്നത്. ജിഹാദ് IS എന്ന സംഘത്തിലേക്ക് ഇവിടെ നിന്ന് കുട്ടികളെയും ചെറുപ്പക്കാരെയും കൊണ്ടുപോകുന്നതും ഈ സംഘത്തിൻ്റെ ഭാഗമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഞാനിതൊന്നും തെളിയിക്കാൻ ആളല്ലേ. ഇവിടെ പൊതുവായി നടക്കുന്നൊരു കാര്യങ്ങൾ എന്ന നിലയ്ക്ക് ഇത് ഉദ്ധരിക്കുക മാത്രമാണ്. സത്യാവസ്ഥ നിജസ്ഥിതി നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വിശ്വസിച്ചാൽ മതി. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് വിശ്വസിക്കണ്ട. അങ്ങനെ ഒരു കൂട്ടം അങ്ങനെ ഉണ്ടെങ്കിലും ഖബറുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള ഈ ശിർക്കാരോപണവും വിദഅത്താരോപണവും എല്ലാം ഈ ഉമ്മത്തിനെ മുഴുവൻ വഴിതെറ്റിക്കുന്ന രീതിയിലുള്ള ആരോപണവും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്ന മുജാഹിദ് വിഭാഗം ശക്തി പ്രാപിച്ചുകൊണ്ട് അവർക്കിടയിലുള്ള ഭിന്നിപ്പുകളെല്ലാം മറന്നുകൊണ്ട് ഒന്നിച്ചിരിക്കുകയാണ്. പല്ലിനെ കൊല്ലിനോടത്ത് വരെ അവർ ഭിന്നിപ്പായിരുന്നു. റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ച ഹദീസിൽ വരെ അവർ ഭിന്നിപ്പായിരുന്നു. ഖുർആന് വിരുദ്ധമായിട്ട് ബുഖാരിയിലെ ഹദീസ് വന്നാൽ അത് സ്വീകരിക്കാൻ പറ്റൂല എന്നാണ് ഒരു കൂട്ടർ പറഞ്ഞിരുന്നത്. മറ്റേ കൂട്ടർ പറഞ്ഞ് ബുഖാരിയും എടുക്കണം ഖുർആനും എടുക്കണം, അങ്ങനെ തന്നെയാണ്. എന്നാലും വിരുദ്ധം വരും എന്ന് തന്നെയാണ് അവരും പറയുന്നത്. ഖുർആനും ഹദീസും വിരുദ്ധമാണ് അത്രയാണ്. ഒരേ സ്രോതസ്സിൽ നിന്ന് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഹിയായി കിട്ടുന്ന പദത്തിന് തന്നെ പ്രത്യേകതയുള്ള വഹിയാണ് ഖുർആൻ. പദത്തിൻ്റെ പ്രത്യേകതയില്ലാതെ ചിലപ്പോൾ പദമായിക്കൊണ്ട് തന്നെയോ അല്ലെങ്കിൽ ആശയമായിക്കൊണ്ടോ മുത്തുനബിക്ക് ഇറങ്ങുന്ന വഹിയാണ് സുന്നത്ത്. ഈ ഹദീസും ഖുർആനും തമ്മിൽ വൈരുദ്ധ്യമാകുന്ന പ്രശ്നമേ ഇല്ല, പറഞ്ഞുണ്ടാക്കുന്ന വൈരുദ്ധ്യമാണ്. ആ വൈരുദ്ധ്യം സ്വന്തം മെനഞ്ഞുണ്ടാക്കിയിട്ട് വിധി എഴുതുകയാണ്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ബുഖാരി കണ്ട ഹദീസ് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകൾ ആയുധം വെച്ച് കീഴടങ്ങിയിട്ട് ഒന്നിച്ചുകൊണ്ടാണ് ഇപ്പൊ സമ്മേളനം നടത്തുന്നത്. ആരാർക്ക് ആയുധം മുമ്പിൽ വെച്ചു എന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ ആ ആയുധം വെച്ച് കീഴടങ്ങിയത് എന്ന് മറ്റൊരു പറയും, മറ്റൊരാണെന്ന് ഇവരും പറയും. അപ്പുറം പറഞ്ഞിട്ട് ഒന്നിച്ച് നടക്കുകയാണ്. ഈ ശക്തിയോടുകൂടെയുള്ള പ്രവർത്തനം നടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മത്ത് സമുദായമേ, മുത്തനബിയുടെ സമുദായമേ, പണ്ഡിത സംഘടനകളും പണ്ഡിതന്മാരും ജാഗ്രതരായി ഇതിനെതിരെ പ്രതിരോധത്തിന് നിൽക്കൽ അനിവാര്യമാണ്. കോപ്പുള്ള സംഘടനയിലേ അത് നടത്തേണ്ടത്, ബലമുള്ള സംഘടനയിലേ അത് നടത്തേണ്ടത്, പണമുള്ള സംഘത്തിനല്ലേ അത് സാധിക്കുകയുള്ളൂ. എല്ലായിടത്തും സ്വാധീനമുള്ള സംഘങ്ങളല്ലേ അതിന് മുന്നിൽ നിൽക്കേണ്ടത്. പക്ഷേ ആ സംഘത്തിന് കാര്യമായിട്ട് പണി സുന്യാളെ തന്നെ തമ്മിൽ തെറ്റിക്കുക, അല്ലെങ്കിൽ സുന്യാളെ മലയിൽ നിന്ന് കെട്ടിക്കുക, സുന്യാളെ മദ്രസയിൽ നിന്ന് കെട്ടിക്കുക, സുന്യാളെ മഹല്ലിന്ന് പൂക്കാത്ത സുന്നികൾക്കിടയിലെ അവരുടെ ധർമ്മം, അവരുടെ പ്രവർത്തനം മുഴുവൻ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പാളയത്തിനുള്ളിൽ വീണ്ടും ഭിന്നിപ്പും വീണ്ടും ശിഥിലീകരണവും നടത്തിക്കൊണ്ടിരിക്കുക. ഈ ദാരുണമായ അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിലകൊള്ളുന്നത്. ഒരു ഭാഗത്ത് ഇങ്ങനെ പോകുമ്പോൾ മദ്ഹബുകൾ എത്ര കൃത്യമാണ്. മദ്ഹബുകൾ എത്ര കൃത്യമാണ്. ആ കൃത്യമായ മദ്ഹബിൻ്റെ അടിസ്ഥാനത്തിൽ
കർമ്മപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിധികൾ പണ്ഡിതന്മാർ വിവരിച്ചു കൊടുക്കുകയും അത് സാധാരണക്കാർ ഉൾക്കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പവുമില്ല. പൈതൃകമായി നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ ആചാരങ്ങളും അതിൻ്റെ കൃത്യതയോടുകൂടെ തന്നെ, അതിൻ്റെ സന്തുലിതമായ അവസ്ഥയോടുകൂടെ തന്നെ, നീതിനിഷ്ഠമായ ആ ലെവലിൽ തന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും. നേരെ മറിച്ച് മദ്ഹബിൻ്റെ നിയമങ്ങളിൽ, മദ്ഹബിൻ്റെ കിതാബുകളിൽ കാണാതെ ആചാരപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വീണ്ടും വീണ്ടും പുതിയ ആചാരങ്ങളിൽ അത്യാചാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടും അനാചാരങ്ങളെ തിരുതീരിൻ്റെ ഭാഗമാക്കി അവതരിപ്പിച്ചുകൊണ്ടുമാണ് സുന്നികൾ എന്ന പേരിലുള്ള വിഭാഗങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആരെയും കൂട്ടിപ്പറയുകയല്ല, സുന്നികളിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ ആലോചിക്കുക, ഈ സംഘം ഉടലെടുക്കുന്ന കാലത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിലെ 14 ആളുകൾ മാത്രം ചേർന്നിട്ടുള്ള ഒരു മുശാവറയിൽ പങ്കെടുത്തവരിൽ തന്നെ 3 ആളുകൾ കിതാബുകൾ സഹിതം വായിച്ചിട്ട് അതിന്റെ എതിർപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മൗലാനൽ മർഹൂം കുഞ്ഞറമുട്ടി മുസ്ലിയാർ ഈ സംഘത്തിന്റെ സ്ഥാപക നേതാക്കളിൽ പ്രധാനിയാണ്. ഹജ്ജിന് പോകുമ്പോൾ കോഴിക്കോട് വെച്ച് ഈ സംഘത്തിന്റെ ആളുകൾ യാത്രയയപ്പ് നൽകുമ്പോൾ, മുശാവറാംഗങ്ങളും SYFന്റെ ആളുകളും കൂടി യാത്രയയപ്പ് നൽകുമ്പോൾ അദ്ദേഹം പറയുകയാണ് മറുപടി പ്രസംഗത്തിൽ, ഞാൻ പോവുകയാണ് ഹജ്ജിന്, ഇനി ഇങ്ങോട്ട് തിരിച്ചു വരണമെന്ന് എനിക്ക് ആശയില്ല, ആഗ്രഹമില്ല. ഞാൻ അവിടുന്ന് എന്തെങ്കിലും ആകണമെന്നാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തിരിച്ചു വരാൻ കൊടുത്ത് വയർക്കണ്ട, നിങ്ങൾ എനിക്ക് അവിടെ തന്നെ വല്ലതും ആകാൻ ദ്വാരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞു പോയ മഹാന മൗലാനൽ മർഹൂം കുഞ്ഞറമുട്ടി മുസ്ലിയാർ അവറുകൾ. ആ മഹാൻ ഹജ്ജിന് പോയി, ദുൽഹിജ്ജ 8-ന് മിനായിൽ പോയി, തർബിയത്തിന്റെ നാളിൽ മുഹിരിമായി അള്ളാഹുവിലേക്ക് യാത്രയായി. ആ മഹാൻ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ എത്രയോ സ്റ്റേജുകളിൽ പതുങ്ങിയ സ്വരത്തിൽ അദ്ദേഹം വിവരിച്ചിരുന്നതാണ് താൻ മാത്രം ഭാഗവാക്കായ ആ മുശാവറയുടെ കഥ. അദ്ദേഹം പറഞ്ഞത് 13 or 14 പേരുണ്ടാകും. അവർ പറഞ്ഞു, സംസാരിച്ചു. കുപ്പായ കാപ്പി എന്ന് ഇ.കെ. അബൂബക്കർ ഹുസ്സൈൻ, അദ്ദേഹം പറയും ഇ.കെ. എന്നാണ്, അദ്ദേഹത്തിൻ്റെ കാളും എത്രയോ വയസ്സ് കുറവാണ് ഇ.കെ. അവറുകൾക്ക്. അദ്ദേഹം 1900 ബഹുമാനപ്പെട്ട കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ കാലത്ത് ജനിച്ച ആളാണ്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും അവർക്കും ഒരേ പ്രായമാണ്, കൂട്ടുകാരുമാണ്, ശരീക്കുകാരുമാണ്. അദ്ദേഹം എനിക്ക് മൂപ്പര കൂസലൊന്നുമില്ല എന്ന് മൂപ്പർ എപ്പോഴും പറയും. എനിക്ക് കണ്ണിയനോ വലിയ കൂസലൊന്നുമില്ല, കണ്ണിയെന്ന മൂപ്പർ പറയാം കണ്ണിയനൊരു കൂസലൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞാൻ പറയും എന്ന് പറയും അദ്ദേഹം. ആ കണ്ണിയ മുസ്ലിയാരുടെ കൂടെ അദ്ദേഹം പറയാണ്, ഈക്ക് ഒരു കത്തെടുത്തു കുപ്പായ കാപ്പിന്ന്, തളിപ്പറമ്പാരൊരു കത്തുണ്ട്, കത്തൊന്ന് വായിക്കട്ടെ എന്നും പറഞ്ഞ് മൂപ്പര് വായിച്ചു. ജുമാ ഖുതുബക്കും ബാങ്കിനൊക്കെ സ്പീക്കർ ഉപയോഗിക്കാൻ പറ്റുമോ, അതിൻ്റെ വിധി എന്താണ് എന്നാ ചോദ്യം. ഇതിന് പറഞ്ഞ പാട് കന്യാമൂല്യൊരു മൂപ്പര നുളക്കുപ്പായത്തിൻ്റെ കാപ്പിന്ന് ഒരു കള്ളാസ് എടുത്തു. ഇന്നാലിന്ന സ്ഥലത്ത് ഉള്ളവർ എന്നോട് ചോദിച്ചതിന് ഞാൻ കൊടുത്ത മറുപടിയാ, ഇത് വായിക്കും എന്ന് പറഞ്ഞു. അദ്ദേഹം കൊടുത്ത മറുപടി ഇത് ജായിസാകും. ഏതോ നാട്ടുകാർക്ക് കൊടുത്ത മറുപടി ഇത് ജായിസാകും. അദ്ദേഹം കൊടുത്ത ആ മറുപടിയാണ് സമസ്തയുടെ തീരുമാനമാക്കിയിട്ട് പാസ്സാക്കുന്നത്. സമസ്തയുടെ പ്രസിഡന്റിന്റെ ഫത്വ മറുവശത്തുണ്ട്. അവരുടെ ഒക്കെ ഉസ്താദായ ശംസുൽ ഉലമാ ഖുതുബിയുടെ ഫത്വ അച്ചടിക്കപ്പെട്ടത് അത്തംബീഹുൽ മുഹിമ്മു എന്ന പേരിൽ അറബ് മലയാളത്തിൽ അച്ചടിക്കപ്പെട്ടതുണ്ട്. ഷെയ്ഖ് ഹസൻ ഹദറത്ത് അവരുടെ ഫത്വ അതിലുണ്ട്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് ആദം ഹദറത്ത് അവരുടെ ഫത്വ അതിലുണ്ട്. ആ ഫത്വകൾക്കെല്ലാം വിരുദ്ധമായി ഏതോ ഒരു നാട്ടുകാർക്ക് ഞാൻ കൊടുത്ത മറുപടിയാണിത് എന്നും പറഞ്ഞിട്ട് അദ്ദേഹം കുപ്പായ കാപ്പി എന്നൊരു കപ്പെടുത്തു. ഞാൻ പങ്കെടുത്താണല്ലോ, നമുക്കതൊന്നും പറയാനും പറ്റില്ല. വലിയ വലിയ മഹാന്മാരായ ഉയർന്ന പണ്ഡിതന്മാരെ കുറിച്ച് നമ്മളങ്ങനെ പറഞ്ഞുകൂടല്ലോ. എമ്പാടും പറയാൻ ആധികാരികതയുള്ള, പ്രായമുള്ള, ദാർശനികമായും ശരിയായിട്ടും എല്ലാ വിധത്തിലും കഴിവുള്ള ബഹുമാനപ്പെട്ട കുഞ്ഞറമുട്ടി മുസ്ലിയാർ അവറുകൾ തന്റെ അനുഭവം വിവരിക്കുക ഇത് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, ഇത് ഞാൻ ഇന്ന സ്ഥലത്തേക്ക് കൊടുത്ത മറുപടിയാ, ഇനി മുത്തൂനും കുഞ്ഞറമുട്ടിയിലേക്കും എന്താ പറയുന്നത് എന്ന് ചോദിച്ചു. ഇനി മുത്തൂനും കുഞ്ഞറമുട്ടിയിലേക്കും എന്താ പറയല്ലേ? മുത്തു പറഞ്ഞാൽ ആരാന്നറിയോ? നമ്മളിപ്പോൾ ഈ നഗരൊരുക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട രാമന്തളി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ അവരുടെ പേരിലാണ്. അവരുടെ ജ്യേഷ്ഠ സഹോദരൻ സയ്യിദ് യാസീൻ മുത്തുക്കോയ തങ്ങൾ എന്ന പേരിൽ ഒരു മഹാനുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രസിഡന്റ് അവറുകൾ സമസ്തയിൽ മുശാവറയുടെ കാലത്താവുമ്പോഴും അതിൻ്റെ മുൻപും അദ്ദേഹം സമസ്തയുടെ മുശാവറ അംഗമാണ്. അവർ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബി അവറുകളുടെയും അവരുടെ ശിഷ്യന്മാരുടെയും ശിഷ്യനാണ്. പിന്നെ
അദ്ദേഹം പറയും അദ്ദേഹത്തിൻ്റെ വിനയം നോക്കുക കുഞ്ഞറമുട്ടിയിലേറെ. ഇനി മുത്തൂനും കുഞ്ഞറമുട്ടിയിലേർക്കും എന്താ പറയുള്ളതെന്ന് കണ്ണിയെ ചോദിച്ചപ്പോൾ മുത്ത പറയണ്ടേ, പക്ഷേ മുത്തൊന്നും മിണ്ടിയില്ല. അപ്പം ഞാൻ നീച്ചെന്ന് പറഞ്ഞു സൗത്തഹു എന്നുണ്ടല്ലോ ഷെർവാനിയിൽ എന്ന് പറഞ്ഞിട്ട് മൂപ്പരായി ഭാരത്ത് വായിച്ചു. അപ്പോൾ വേറെ ആരോ ചോദിച്ചു എന്നും പറഞ്ഞിട്ട് എന്തോ ഒന്ന് അവിടെ ഉണ്ടല്ലോ എന്ന്. ആളെ പേരൊക്കെ മൂപ്പർ പറഞ്ഞിട്ട് ഞാനത് ഒഴിവാക്കുകയാണ്, മരണപ്പെട്ടു പോയവരാണ്. ബിഹൈസു എന്ന് പറഞ്ഞിട്ട് ബിഹൈസ് ഒന്നും അല്ല, തുഫ കൊണ്ടുവരാലോ, ഷെർവാനി നോക്കിയാൽ കാണുമല്ലോ എന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്ത് തന്നെ മൂപ്പർ നിൽക്കുന്ന പള്ളി മുദാക്കര പള്ളി. ആ മുദാക്കര പള്ളിയിലെ മുദരിസാണ് മൂപ്പര്. മുദാക്കര പള്ളിയിൽ എല്ലാ ജമാഅത്ത് നിസ്കാരവും ഷാഫി മദ്ഹബ, ജുമുഅ ഹനഫി മദ്ഹബ്. ബാഫയ്ക്ക് തങ്ങളുടെ നേതൃത്വത്തിലുള്ളതാണ് ആ പള്ളി, കോഴിക്കോട്ടെ മുദാക്കര പള്ളി. അപ്പള്ളിയിലെ അന്നത്തെ ഖത്തീബും അതുപോലെ ഇമാമുമാണ് ബഹുമാനപ്പെട്ടവർ, മുദരിസുമാണ്. അദ്ദേഹം വന്ന് എടുത്തു കൊടുത്തയച്ചു തുഹ്ഫ 2-ാം ജുസ് കൊണ്ടുവരാൻ എൻ്റെ ഹമീദിന്. എൻ്റെ ഹമീദ് എന്ന് പറഞ്ഞാൽ ആരാ? ഹജ്ജ് കമ്മിറ്റി ചെയർമാനൊക്കെ ആയിരുന്ന പ്രൊഫസർ A.K. അബ്ദുൽ ഹമീദ് എന്ന AP വിഭാഗത്തിൻ്റെ പ്രവർത്തിക്കുന്ന അവരുടെ വിദ്യാഭ്യാസ വിചക്ഷണനായ ഒരാളുണ്ടല്ലോ, A.K. അബ്ദുൽ ഹമീദ്. അദ്ദേഹം അന്ന് അവിടെ ഓൻ ഓതുകയാണ്. ഹമീദ് അദ്ദേഹം പറയുന്നതാണ്, അന്ന് അവിടെ ഓതുകയാണ്. അപ്പം ഹമീദിൻ്റെ അടുത്തേക്ക് ചീട്ട് കൊടുത്തയച്ചു. ഹമീദ് തുഹ്ഫ കൊണ്ടുവന്നു. തുഹ്ഫ ഞാൻ മറിച്ചിട്ട് ഇത് കാണിച്ചു കൊടുത്തു. ഇത് നടാടെ കണ്ട മാതിരിയിൽ നോക്കുന്നുണ്ട് എല്ലാവരും. ഒരു പേര് പറഞ്ഞ ആളുകളുണ്ട്, വലിയ വലിയ വമ്പന്മാർ. തുഹ്ഫ 2-ാം ജുസയിലെ ജുമുഅന്റെ ബാബിൽ ഖുതുബയുടെ ഷർത്തുകൾ വിവരിക്കുന്ന കൂട്ടത്തിലുള്ള എന്ന ഭാഗം കാണിച്ചു കൊടുത്തപ്പോ നടാടെ കാണുന്നത് പോലെ നോക്കുന്നു പാസ്സാക്കാൻ കുതിരുന്ന ആളുകൾ. ഇത്രത്തോളം ഞാൻ പറഞ്ഞപ്പോ അതിന് കുഴപ്പമൊന്നുമില്ല, ഖത്തീബണ്ട് ഒച്ചട്ടാ മതിയല്ലോ, ഖത്തീബണ്ട് ഒച്ചട്ടാ മതിയല്ലോ, വേറെങ്ങനെയൊക്കെ കേട്ടോട്ടെ എന്ന് ആരോ പറഞ്ഞു. ചവിട്ട് പറയണമെന്ന് ഞാനും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്കപ്പോൾ അതാ തോന്നിയെന്ന് അറിയുമ്പോൾ ചവിട്ട് പോയി പറയണമെന്ന് ഞാനും പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട മുന്നിൽ എത്രയോ സ്ഥലങ്ങളിൽ അദ്ദേഹം ഇത് പ്രസംഗിച്ചിട്ടുണ്ട്. ഇതാണ് കൂട്ടരെ 8/4/67 മുഷാവറയിലെ 14-അംഗ മുഷാവറയിലെ ബഹുമാനപ്പെട്ട കുഞ്ഞറുകുട്ടി മുസ്ലിയാരുടെ എതിർപ്പ്. അതിൻ്റെ കൂടെ കൂടി കൊടുത്തു സയ്യിദ് യാസീൻ മുത്തുക്കോയ തങ്ങൾ, രാമന്തളി തങ്ങൾ അവരും അതോടൊപ്പം ബേപ്പൂർ കാലി എന്ന പേരിൽ പ്രസിദ്ധരായിരുന്ന സമസ്തയുടെ ട്രഷററായിരുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് കോയ മുസ്ലിയാർ എന്നല്ലാരും പേര് അഹമ്മദ് കോയ മുസ്ലിയാർ അവറുകൾ. ഈ 3 പേരും ആ കൂട്ടത്തിൽ തന്നെ എതിർത്തവരാണ്. ഇവരുടെ എതിർപ്പ് വകവെക്കാതെയാണ് ലൗഡ് സ്പീക്കർ സംബന്ധിച്ചുള്ള സമസ്തയുടെ തീരുമാനം. എന്നിട്ട് ആ ഏകകണ്ഠമായി തീരുമാനിച്ചിട്ട് 39 ആളും ഇത് പറ്റുമെന്നും ഒരാൾ മാത്രം മരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കുറേ ആളുകൾ പ്രസംഗിച്ച് നടന്നതും ആ പ്രസംഗിക്കുന്നവരോ അവരുടെ അധ്യക്ഷതയിൽ അവർ തന്നെ അധ്യക്ഷത വഹിച്ചതിൽ ഈ സ്പീക്കർ എല്ലാവരും നിരാക്ഷേപം ജുമാ ഖുതുബ ശരിയാകാൻ വേണ്ടിയിട്ട് പള്ളികളിൽ നിന്ന് ഖുതുബയിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പാസ്സാക്കാൻ ആഹ്വാനം ചെയ്തിട്ടുള്ളവരാണ്. ഇവിടെ നേരത്തെ വായിച്ചല്ലോ, ആ ആളുകളാണ് 39 ആളും അവർക്കെതിൽ ഒരാളെന്ന് പറയുന്നത്. ഇരിക്കട്ടെ, ഇതാണ് പാസ്. ഈ പാസിൽ എന്തേ പറഞ്ഞിരുന്നുള്ളൂ? ഖുതുബയും വാങ്കും ഉച്ചഭാഷണം ഉപയോഗിക്കുന്നത്, ഖുതുബയിലും വാങ്കിലും ഉച്ചഭാഷണം ഉപയോഗിക്കുന്നത് ജായിസാണ്. ഇപ്പൊ എന്തിലൊക്കെയാണ് ഈ യന്ത്രം കൊണ്ടുവരുന്നത്? ബാങ്കല്ലേ പുറത്തേക്ക് കേൾക്കേണ്ടത് എന്നുള്ളവർക്ക് നമുക്ക് സമാധാനിക്കാനോ കേട്ടാല് വന്നോരെ വിളിക്കാനല്ലേ ഇഖാമത്ത് ഇപ്പോ ഒരുപാട് പള്ളികളിൽ അതിലാണ്. ഇഖാമത്ത് മാത്രമോ? നിങ്ങൾ കേട്ടതുപോലെ വലിയും കൈക്കാരനും സ്വീകരിക്കുന്ന ആളും 2 സാക്ഷികളും മാത്രം കേട്ട് നടത്തുന്ന ഒരു ഇടപാടിന് ഉച്ചഭാഷണി വെച്ചിട്ട് ലോകത്തെ മുഴുവൻ കേൾപ്പിക്കുന്ന ഇടപാട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിക്കണോ? ആരാധനയാണോ കൂട്ടരെ ഇത്? ഒരു പഴം മേടിക്കാനോ മുട്ടായി മേടിക്കാനോ ചക്കരപ്പൊടി മേടിക്കാനോ പീടികയിൽ പോയിട്ട് നിങ്ങൾക്ക് ഞാനിത് ഇത്ര രൂപയ്ക്ക് വിറ്റു, ഞാനിത് സ്വീകരിച്ചു എന്ന് പറയുന്നതാണ് ബൈഇന്റെ ഇടപാട്. ഈ ബൈഇന്റെ ഇടപാട് പോലത്തെ ഒരു ഇടപാടല്ലേ നിക്കാഹിന്റെ ഇടപാട്. ഈ ഇടപാടിന് ഇടപാടുകാരായ 2 ആളുകളും സാക്ഷിയായിട്ട് 2 ആളുകൾ വേണമെന്നും ശറഅ നിശ്ചയിച്ചിട്ടുള്ളത് കൊണ്ട് അവർ മാത്രം കേട്ടുകൊണ്ട് നടത്തേണ്ട ഒരു ഇടപാടിന് എന്തിനാണ് ഈ കുന്ത്രാണ്ടം? ഈ കുന്ത്രാണ്ടം വെച്ചുകൊണ്ടല്ലേ ഇത് ലോകത്തൊട്ടാകെയുമാക്കുന്നത്? ഒരു ജുമായും ഖുതുബയും പോണ മാതിരിയാ അത്. ഫസാദാകുന്ന ആളുകൾക്ക് ഒറ്റക്ക് ദുഹ്ർ നിസ്കരിച്ചാൽ വല്ല പരിഹാരവും കാണാം. ഇതാണെങ്കിലോ ഇതുകൊണ്ട് നിക്കാഹ് സാധുവല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരേക്കും ഈ ബന്ധത്തിൽ തുടരേണ്ടേ കൂട്ടരെ. ഈ പുതിയ എണ്ണും നിങ്ങൾ ആലോചിക്കണ്ടേ? വല്ലാത്തൊരു വിഷമമല്ലേ ഇത്?
ചെറുതാണോ ഈ പറയുന്നത്? നിക്കാഹിന്റെ ബാബിൽ പ്രത്യേകം കാണാം. ബൈഇന്റെ ബാബിൽ കച്ചവടത്തിന് വേണ്ടിയിട്ട് സാധനം വിൽക്കുന്ന ആളും കൊള്ളുന്ന ആളും പറയേണ്ട വാചകത്തിൽ എങ്ങനെയൊക്കെ പറയണമോ അതിന്റെ എല്ലാ നിബന്ധനകളും നിക്കാഹിന്റെ പദത്തിന് നിബന്ധനയാണ്. ബൈഇന്റെ ബാബിൽ കാണാം, ഞാൻ നിനക്ക് ഇത്ര രൂപക്കോ ഇത്ര പണത്തിനോ ഇത് തന്നു വിറ്റു എന്ന് പറയുമ്പോ ആ പറയുന്ന വാചകം അപരൻ കേൾക്കുന്ന വിധത്തിൽ കേൾപ്പിച്ചുകൊണ്ട് പറയണം. കേൾപ്പിക്കുന്ന വിധത്തിൽ പറയാതെ സംഗതി വശാൽ മെല്ലെ മന്ത്രിച്ചു. കാറ്റ് അങ്ങനെ തന്നെ അപരന്റെ കാതിലേക്ക് എന്തോ കഴിവ് കൊണ്ട് അങ്ങോട്ട് എത്തിച്ചു. എന്നാൽ ആ കച്ചവടത്തിന്റെ ഇടപാട് ശരിയല്ല എന്ന് തുഹ്ഫയിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു വഇൻ ഹമലതുഹു റീഹു ഇലൈഹി ശബ്ദം ഉയർത്തിക്കൊണ്ട് ഇടപാടുകാരൻ കേൾക്കുന്ന വിധം പറയാതെ കാറ്റുകൊണ്ട് എങ്ങനെയോ അവൻ കേട്ടാൽ പോലും ഈ അഖദ് സാധുവല്ല എന്ന് ബൈഅനെ കുറിച്ച് പറയുന്നത് കാണാം. അപ്പൊ കേൾക്കേണ്ട വിധം കേട്ടിട്ടില്ലെങ്കിൽ, ശരി ശബ്ദം കേട്ടിട്ടില്ലെങ്കിൽ നിക്കാഹ് സാധുവാവുകയില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കിക്കൂടെ? ഇത് പറയുന്ന പണ്ഡിതന്മാരില്ലേ, വിലമാക്കളില്ലേ? അല്ല എന്ന് പറയുന്നവരുണ്ടായിക്കോട്ടെ, അല്ല എന്ന് പറയുന്നവർക്കും ഇത് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇക്കാലം അത്രയും നിക്കാഹിതുണ്ടോ? ഓരോരോ നാടുകളിൽ നിന്ന് ഓരോന്നിങ്ങോട്ട് എഴുന്നള്ളുക. അതിലൊരു സ്റ്റേജും കുറെ പെണ്ണുകളും കുറെ പാട്ടുകാരും കുറെ കുന്ത്രാണവും കുറെ വാദ്യോപകരണവും. അപ്പൊ വാദ്യോപകരണങ്ങളും പറ്റുമല്ലോ. അള്ളാഹ് അതൊന്നും ഹറാമാക്കൂല എന്നാ ചിലർ പറയുന്നത്. അള്ളാഹ് അങ്ങനത്തെ വാദ്യോപകരണങ്ങളൊന്നും ഹറാമാക്കൂല, മനുഷ്യന്മാർക്ക് ഉപകാരമുള്ളതല്ലേ, അതൊന്നും അള്ളാഹ് ഹറാമാക്കൂല എന്ന് പറയുന്നവരുണ്ട്. ഇപ്പൊ ലോകം ഒന്ന് നോക്കിങ്ങൾ എവിടേക്കായി ലോകത്തിന് കൂട്ടരെ ഇതിനുണ്ടാക്കുന്ന സ്റ്റേജും പാട്ടുകളും ആ സ്റ്റേജിൽ കാണാനായിട്ട് ഒരുമിച്ച് കൂടിയവരെ കേൾപ്പിക്കാനാണ് ഈ സാധനം രണ്ടുപേരും പറയുന്നവരെ ഇടപാടിന്റെ വാക്യത്തിൽ ഉപയോഗിക്കുന്നത്. എത്ര കഷ്ട! എന്നിട്ട് പറഞ്ഞു കൊടുത്ത് പറയാൻ പറ്റാതെ ഈ പുതിയാപ്പളിയും കൈക്കാരനും പറയാൻ കഴിയില്ല. ഇതൊക്കെ ബാക്കിയുള്ളവർ മുഴുവൻ കേൾക്കല്ലേ. ഈ പുതിയാപ്പൾക്കൊന്ന് പറഞ്ഞൂടെ, ഞാൻ പറയുന്നത് അയാൾ കേട്ടാൽ മതി. ഈ കൈക്കാരനൊന്ന് പറഞ്ഞൂടെ, മറ്റേ ആൾ കേട്ടാൽ മതി. ഇത് വേണ്ട എന്ന് പറയാം. അതിന് നാട്ടുകാർക്കും സാധാരണക്കാർക്കും ആർജവം വേണം. ഇത് പഠിക്കണം. നിക്കാഹ് സാധുവായിട്ടില്ലെങ്കിൽ ഈ സാധുവല്ലാത്ത നിക്കാഹിലൂടെയുള്ള ബന്ധങ്ങൾ വളരെ പ്രശ്നമല്ലേ? ആ ബന്ധങ്ങൾ ഹറാമായ വിധത്തിൽ ബന്ധപ്പെടാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മളെ ഇടപാടിൽ ഇത് വേണ്ട എന്ന് പറയാൻ ബോധമുള്ള ആൺകുട്ടികൾ ഉണ്ടാവണം, സാധാരണക്കാർ. അങ്ങനെ പറഞ്ഞാൽ ഒരു തങ്ങളും ഒരു മൂലയരും ഇത് ഉപയോഗിക്കില്ല. ഞമ്മക്കിത് വേണ്ട എന്ന് പുതിയാപ്പള പറഞ്ഞാൽ അത് ഉപയോഗിക്കൂ, നമ്മളിതില്ലാതെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിക്കൂ. അതുകൊണ്ട് കൂട്ടരെ, അത്യാചാരം കടന്നു വന്നിട്ട് എവിടെയാ? സാധാരണഗതിയിൽ വൈകുന്നേരം തസ്ബീഹ് ചൊല്ലേണ്ടതുണ്ട്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇത് വൈകുന്നേര സമയത്തും പ്രഭാത സമയത്തും ചൊല്ലണം. ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് ദർസുള്ള പള്ളിക്കല കുട്ടികൾ അവിടുത്തെ മുദരിസിന്റെ നിർദ്ദേശപ്രകാരം നേരത്തെ മഗ്‌രിബ് നിസ്കരിക്കാതിരിക്കുമ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കും. ഈ ഇരിക്കുന്നതൊക്കെയും മൈക്കുള്ള പള്ളിയാണോ? മൈക്ക് വെച്ചിട്ട് കോലാഹല. റബീഉൽ അവ്വൽ 12 വന്നാൽ 12 മണിന്റെ ശേഷം 3 മണിക്ക് 2 മണിക്ക് എഴുന്നേറ്റിരുന്നിട്ട് ഒരശറക്കയാണ് ഈ മൈക്കിൽ. ബഹുസ്വര സമൂഹത്തിൽ എല്ലാ വിഭാഗക്കാരും ഒന്നിച്ച് അന്തി ഉറങ്ങുന്ന ഈ സമൂഹത്തിൽ, പള്ളിയുടെ പരിസരത്ത് എല്ലാ വിഭാഗം സമുദായക്കാരും ഒന്നിച്ച് താമസിക്കുന്ന ഈ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കി ഇസ്ലാം ദീനിനെയും ഇബാദത്തിനെയും മൗലൂദിനെയും കുറ്റം പറയിക്കുന്ന തരത്തിലുള്ള ഉപയോഗം നിർലോഭമായ ഉപയോഗമായി ബെല്ലും ബ്രേക്കുമില്ലാതെ ഇത് ഉപയോഗിക്കുന്നത് എത്തിയപ്പല്ലേ ഇതിനു വേണ്ടിയിട്ട് പച്ചക്കുണി കാണിച്ചിട്ടുള്ള സംഘടനയുടെ പിന്മുറക്കാർ തന്നെ ഇത് ഒഴിവാക്കണമെന്ന് പറഞ്ഞത് ആഹ്വാനം ചെയ്തത്. സുന്നി മഹല്ല് ഫെഡറേഷന്റെ യോഗത്തിൽ വെച്ചല്ലേ അതിന്റെ പ്രസിഡന്റും നായകരുമായ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർ ആഹ്വാനം ചെയ്തത്. ആ ആഹ്വാനം അദ്ദേഹം ഖാദിയായിട്ടുള്ള ആയിരക്കണക്കിന് മഹല്ലുകാരെങ്കിലും സ്വീകരിച്ചോ? ഒരു ചെറിയ വിലയെങ്കിലും അതിന് കൽപ്പിച്ചോ? തങ്ങളവരുടെ പ്രസ്താവനക്ക് പാണക്കാട് തങ്ങൾ എന്ന പേരിൽ ഈ സമൂഹം ആദരിക്കുന്ന ഒരു തങ്ങളല്ലേ ഇന്ന് ഹൈദർ അലി ശിഹാബ് തങ്ങൾ? ഒരാളാണ് പാണക്കാട് തങ്ങളാവുക എന്നും. അത് ഈ സമൂഹത്തിന്റെ ആത്മീയ അധ്യക്ഷരായി നിൽക്കുന്ന ഒരാളാണ്. എല്ലാ വിഭാഗക്കാരും അവരെ ആദരിക്കും. ഈ ഒരു പവർ അതിനുണ്ട്. അത് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന പവറാ.
ആ സ്റ്റേജിൽ നിന്ന് നിലകൊള്ളുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളവറുകളാണ്. അള്ളാഹു ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. സമുദായം ഒന്നിപ്പിക്കാൻ എവിടെയെങ്കിലും കിട്ടുന്ന ഏതെങ്കിലും ഒരു തുരുത്ത്, ഏതെങ്കിലും നിലക്ക് കിട്ടുന്ന ഒരു വലിയ സമ്പത്ത് നമുക്ക് നിലനിൽക്കണമല്ലോ. അദ്ദേഹമാണ് ആഹ്വാനം ചെയ്തത്. ഇത് പള്ളിനുള്ളിൽ മാത്രം ഉപയോഗിച്ചാൽ മതി, എൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒന്ന് കേൾപ്പിച്ച് ശല്യം ഉണ്ടാക്കരുത്, വേണ്ടാത്തതിനൊക്കെ ഉപയോഗിക്കരുത് എന്ന്. പക്ഷെ ആരെങ്കിലും ചെവിക്കൊള്ളൂല. എന്താ കാരണം? മറുവശത്തെ ഗ്രൂപ്പുകാർ വെച്ചിട്ട് ഒച്ച ഉണ്ടാക്കും. എന്നാ പിന്നെ ഞങ്ങൾക്കും അത് വേണമെന്നാ. മറുവശത്തെ ഗ്രൂപ്പുകാർ ദിക്ർ ഹൽക്ക, എന്നാ ഞങ്ങൾക്കും അത് വേണം. മറുവശത്തെ ഗ്രൂപ്പുകാർക്ക് സ്വലാത്ത്, എന്നാ ഞങ്ങൾക്കും അത് വേണം. ഇതിൻ്റെ പേരിൽ പിടിയും വലിയും. ഒരു പതാക ഏതുയർത്തണം എന്നതിൻ്റെ പേരിൽ അടിയും പിടിയും. റബീഉൽ അവ്വലിന്റെ ഈ ആഘോഷങ്ങൾക്കിടയിലല്ലേ താനൂരിലെ ഉണ്ണിയാലിൽ വമ്പിച്ച സംഘടന നടന്നത്. എന്തായിരുന്നു സംഘടനത്തിന്റെ കാരണം? രാഷ്ട്രീയ പാർട്ടികളെ പറഞ്ഞാലും മറ്റാരെ പറഞ്ഞാലും കാരണം ഈ സമസ്തയുടെ പതാക ആരുടെ പതാക പിടിക്കണമെന്നാണ്. പതാകക്ക് വല്ല വ്യത്യാസമുണ്ടോ? ഇതുപോലെ സ്വർഗത്തു നിന്ന് വന്ന പതാകമില്ല. ഈ രാജ്യത്തിന്റെ ദേശീയ പതാകക്കുള്ള കളറ് ഒന്ന് രൂപം മാറ്റി അടിച്ചൊരു പതാക, ഇതാണത്ര ഇസ്ലാമിന്റെ പതാക. ഇത് ഇസ്ലാമിന് പിടിച്ച പതാക. ഇത് എവിടെയോ രാജ്യത്തുള്ള ഒരു സുന്നി സംഘത്തിന്റെ പതാകയാക്കി വെച്ചതാണ്. കൊള്ള പതാകല്ലേ, അടയാളത്തിന് വേണ്ടി ഒരു പതാക എന്ന നിലക്ക് അംഗീകരിച്ചാൽ നമുക്ക് ആ മാനം അതിന് നൽകാം. പക്ഷെ അതിന് വല്ലാത്തൊരു വലിയ ഒച്ചമ്പിടി കൂടുണ്ടോ? ഈ പതാകക്കായിട്ട് വല്ല പുണ്യമുണ്ടോ? നമ്മളെ ഈ പതാകക്കാണെങ്കിൽ വലിയ ഉഷാറുണ്ട്. ബദറിൽ പൊടിച്ചിട്ടുള്ള പതാക അതെന്നെ വേണോ എന്ന് പറഞ്ഞിട്ട് ആ വാശി എന്ന് വെച്ചാൽ അതൊരു രസമുണ്ട് കേൾക്കാൻ. ഇതാവക രസമൊന്നുമില്ലല്ലോ. കോൺഗ്രസിന്റെ പതാക, രാജ്യത്തിന്റെ ദേശീയ പതാക ഒന്ന് കളറപ്പുറം മാറ്റിയടിച്ചിട്ടുള്ള ആ സാധനത്തിൽ ഒന്നൊരു ചെറിയ വർണ്ണം വ്യത്യാസമുണ്ട്, മറ്റൊരു വർണ്ണം മറ്റൊന്നാണ്. എന്നിട്ട് ഇതാവണം അതാവണം, ഇതിന് തർക്കം സംഘടന. എവിടെയാണ് ഈ സമൂഹം എത്തി നിൽക്കുന്നത്? ഉണർവേണ്ട സഹോദരങ്ങളെ. ഈ രൂപത്തിലുള്ള ഭിന്നിപ്പുകളിലേക്ക് എത്തിയിട്ട് അത്യാചാരങ്ങൾ വളരെ വളരെ കൂടുതൽ വരികയാണ്. എല്ലായിടത്തും ഉച്ചഭാഷണി. ഇത് സ്ഥാപിച്ചിട്ടുള്ള സമസ്ത തന്നെ മുഷാവറ കൂടിയിട്ട് ഇതൊന്ന് നിർത്തി കൂട്ടരേ എന്ന് പറഞ്ഞാലും ഇത് നടക്കാൻ പോണില്ല. ഇതാണ് ഈ ജാതി വേണ്ടാത്തരങ്ങൾക്ക് പച്ചപ്പൊടി കാണിച്ചാലുള്ള ബുദ്ധിമുട്ട്. ഒന്നാണ് പച്ചപ്പൊടി കാട്ടി പാസ്സാക്കിയാൽ പിന്നെ അത് നിർത്തി കിട്ടാൻ വേണ്ടി എത്ര വെങ്കിട്ടും പിന്നെ യാസീനോതി കത്തോതിട്ട് പോയില്ല അറിഞ്ഞിട്ടില്ലേ? ഇതാണ് എൻ്റെ സംഭവം. വരാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ആവും, പിന്നെ കത്തോതിയാലും പോകില്ല. ഈ രീതിയിൽ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാക്കുന്നു. ഇതൊന്നും കുഴപ്പമുള്ള ആളുകൾക്കും സാധുവല്ലാത്ത ആളുകൾക്കും അനവസരം സൃഷ്ടിക്കാൻ പാടുണ്ടോ? അത്തരക്കാർക്ക് വിഷമം സൃഷ്ടിക്കാൻ പാടുണ്ടോ? ഇതിനുള്ളൊരു മര്യാദയെങ്കിലും പാലിക്കണ്ടേ? ഇത് ശരിക്കും പറഞ്ഞാൽ അത് വലിയൊരു ദേഷ്യമായി. സംഘടനയോട് ദേഷ്യമാണ്, സമസ്തനെ പറയാണ്, ആക്ഷേപിക്കുകയാണ്. ഇതായിപ്പോയി. ചിന്തിക്കേണ്ട കാര്യങ്ങൾ പറയുകയല്ലേ. ഇനി മയ്യത്ത് നിസ്കാരത്തിന്റെ മുമ്പ് കണ്ടു തുടങ്ങും ഒരു ദ്വാ. അതിനൊക്കെ ഈ കാരണം ഈ സാധനം, ഈ ഒരു മൈക്ക്, ഈ പണ്ടാരം മൈക്ക് എന്നൊരു സാധനം എത്തിയത് അത് മുഴുവൻ 1885 ബർലിനർ എന്നറിയുന്ന ഒരാള് മൈക്ക് എന്നറിയുന്ന ഈ സാധനങ്ങളെ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ പിത്തനൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഒരു 100 കൊല്ലത്തെ പഴക്കമായി മൈക്ക്. ആ മൈക്ക് ഒരു ഉച്ചഭാഷണിയായി രൂപപ്പെട്ടു വന്നപ്പോഴേക്ക് ഒരു 100 കൊല്ലത്തിനിടയ്ക്ക് എന്തൊക്കെ ഫിത്തനകളാ. മയ്യത്ത് നിസ്കാരത്തിൽ നിന്നാ തുടങ്ങുമ്പോയില്ലേ അയാളെ ജയാരവും മുഴുവായില്ല. അയാളെ ഒച്ചന്റെ ഗാംഭീര്യവും അയാളെ ഈണത്തിന്റെ സൗന്ദര്യവും ഒക്കെ അയാളതിൽ അറിയിക്കണം. നടക്കോട്ട് തുടങ്ങും. നമ്മൾ വെറുതെ നിൽക്കല്ലേ, തുടങ്ങല്ലേ. ഒരു ഫിക്കർ എന്ന് പറഞ്ഞൊരു ഇടപാടുന്നില്ല. മരണത്തെ ചിന്തിക്കുക, നമ്മൾ മരിച്ചു പോകുന്ന ആലോചിക്കുക. അതിനും വേണ്ടേ മയ്യത്ത് നിസ്കാരത്തിനും മയ്യത്ത് കൊണ്ടുപോകുമ്പോഴൊക്കെ ഒരു സ്ഥാനം. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നല്ലേ. അതിന് വിഘാതമുണ്ടാക്കുന്നത് കൊണ്ടല്ലേ അത്യുച്ചത്തിൽ ദിക്ർ ചൊല്ലുന്നത് പോലും ഒഴിവാക്കണമെന്ന് ഫുഖഹാവ് പറയുന്നത്. അത്യുച്ചത്തിൽ ദിക്ർ ചൊല്ലുന്നത് പോലും ഈ മൗനമായിട്ട് പോകുന്ന, ശബ്ദം പതുക്കെയാക്കി പോകുന്ന ചിന്തയും വിചാരവും നഷ്ടപ്പെടുത്തും എന്നതുകൊണ്ടല്ലേ അത്യുച്ചത്തിലെ ദിക്ർ കറാഹത്താണ് എന്ന് ഫിഖഹിൽ പറയുന്നത്. തൊള്ള കൊണ്ടുള്ള അത്യുച്ചത്തിലെ ദിക്ർ കറാഹത്താണ് മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ എന്ന് ഫിഖഹിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൗഡ് സ്പീക്കറും വെച്ചുകൊണ്ടുള്ള ഈ ഒച്ചപ്പെടുത്തലും ബഹളം വരുത്തലോ അതെങ്കാവണം? നിങ്ങൾ ആലോചിക്കണ്ടേ. ഇതൊക്കെയും ആചാരങ്ങളുടെ മേൽ ആചാരം, അത്യാചാരം. ഒക്കെ പോയി തെൽക്കീനോദിനോർത്ത് മൈക്ക, തെൽക്കീനോദി കൊടുക്കാൻ മൈക്ക. കബറിനുള്ളിലേക്ക് കേൾക്കണ്ടേ? അത്തിരി മണ്ണിൻ്റെ അടി. അത് പിന്നെ രസമുണ്ട്. കാരണം മണ്ണിൻ്റെ അടിയിൽ കണ്ട് കേൾക്കാൻ ഈ ഒച്ചൊന്നും പോരാണെങ്കിൽ പിന്നെയും രസമുണ്ട്. മാത്രമല്ല അവിടെ ചെന്ന് പണ്ടൊക്കെ ഫാത്തിഹോദി ഒന്ന് ദ്വാർക്കുമല്ലോ. ആ ദ്വാ ഇപ്പോൾ ഓരോരുത്തരുടെ കയ്യിലും എത്തി അങ്ങോട്ട് മലയാളത്തിലെ ദ്വയാണ്.
ഈ മയ്യത്തിൻ്റെ കുടുംബങ്ങളെത്തി പിന്നെ പിരിച്ചാൻ ചെല്ലണം. എന്നിട്ട് ഇടപാട് മുഴുവൻ ഈ മയ്യത്തിൻ്റെ കുടുംബങ്ങളെ കയ്യിൽ കിട്ടണം. അതിന് വേണ്ടുന്ന ദുആ. കൂട്ടരെ, ഇതിലൊക്കെ ഒരു സംസ്കാരമില്ലേ? ഒരു സംസ്കാരമുണ്ടല്ലോ ഇതിലൊക്കെ. നമുക്കൊരു സംസ്കാരമില്ലേ? ഇബാദത്തുകൾ ആദ്യം മുതൽ അവസാനം വരെ ഈ സംഘം ഒരേ രീതിയിലാവണം. ഈ ഉമ്മ മയ്യത്ത് മറമാടുന്നതും മയ്യത്ത് നിസ്കരിക്കുന്നതും മയ്യത്തിന് പ്രാർത്ഥിക്കുന്നതും മയ്യത്തിന്റെ ഉപചാരങ്ങളും ആചാരങ്ങളും എല്ലാം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന ആ തങ്ങളുടെ കാലം തൊട്ടുള്ള ഈ ഉമ്മത്തിന്റെ അവ്വൽ മുതൽ ലൻ യുസ്ലിഹ ആഖിറ ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ മാ അസ്ലഹ അവ്വലഹാ, ഈ സമുദായത്തിന്റെ ആദ്യ തലമുറയെ നന്നാക്കിയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതുതന്നെയാണ് ഈ സമുദായത്തിന്റെ അവസാനം വരുന്ന തലമുറയെയും നന്നാക്കാനും അവർക്ക് ഹിതകരമായും ഗുണകരമായും നിൽക്കുന്ന കാര്യം എന്ന് മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യ തലമുറ നടത്തിയ അതേ ഇബാദത്ത് തന്നെ അവസാന തലമുറ വരെ നിലനിൽക്കണ്ടേ? ആദ്യ തലമുറ മയ്യത്തിനെ കബറടക്കിയതുപോലെ തന്നെ പിൻതലമുറക്കാരും അങ്ങനെ തന്നെ നിർവഹിക്കേണ്ടേ? ആദ്യ തലമുറ ഉപയോഗിച്ചിട്ടുള്ള ഭാഷ തന്നെ പിൻതലമുറക്കാരും ഉപയോഗിക്കേണ്ടേ? ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ലേ? അതിനല്ലേ അറബ് വെച്ചിരിക്കുന്നത്. ഇതിനൊക്കെ ഖുതുബയാവട്ടെ നിസ്കാരമാവട്ടെ ഇതൊക്കെ അറബിലാകണമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ നടത്തുന്ന അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന അള്ളാഹു അംകറക്കിയ ഖുർആനിന്റെ ഭാഷയേക്കാൾ പെരുമയുള്ള ഭാഷ ഏതാണ് സഹോദരങ്ങളെ? മയ്യത്തിന് വേണ്ടി ദുആയിരക്കല്ലേ നമ്മൾ ഖബറിങ്കിൽ? അള്ളാഹുവിനോടല്ലേ ദുആ? അള്ളാഹുവിനോട് ദുആയിരിക്കുന്നതിന് അള്ളാഹു ഇപ്പൊ അറബ് തിരിയാതെ മലയാളമായി തുടങ്ങിയോ തിരിയല്? ഇതാലോചിക്കണ്ടേ നാം. വയലിന് ദുആ മനസ്സിലാക്കാം. വയലിന് ദുആ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ അപേക്ഷിക്കും. ആ സംഭാവനകൾ തന്നവർക്കൊക്കെ അപേക്ഷിക്കും, ഒരുപാട് അപേക്ഷ. അപ്പം അവരൊക്കെ ബോധ്യപ്പെടുത്തി അവർക്കെല്ലാവർക്കും മനസ്സിലാക്കി എല്ലാവർക്കും തിരിയുന്ന തരത്തിൽ അവരുടെ സംഖ്യ തന്നീനുള്ള ദുആ ഇക്കുന്നത് ബോധ്യപ്പെടുത്തണം. ഈ ആവശ്യത്തിന് ആ വയലിന് ദുആ. നമ്മൾ ഖബറിങ്ങ പോയിട്ട് മയ്യത്തടക്കിയിട്ട് ഈ മയ്യത്തിന് ദുആ ഇക്കണ ദുആ എന്തിനാ മലയാളത്തിലാക്കുന്നത്? ഇതൊക്കെ ഇപ്പം വന്ന അത്യാചാരങ്ങളാണ്. ഇത്തരം അത്യാചാരങ്ങളുടെ മാലപ്പടക്കം തന്നെ എല്ലാ ആചാരങ്ങളിലും എല്ലാ കർമ്മങ്ങളിലും വന്നിരിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ ഉണ്ടായിരിക്കുന്ന ഷെറ്, ഇതുകൊണ്ടൊക്കെ ഉണ്ടായിരിക്കുന്ന നാശം പെട്ടെന്ന് കണ്ടില്ലെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോൾ അതൊക്കെ കാണും. അങ്ങനെ അവിടെ പരിഭാഷ കൊണ്ട് മാഷ മാറ്റിയപ്പോൾ പരിഭാഷ കൊണ്ട് ആകെ കുഴങ്ങി. പിന്നെ ഈ മുജാഹിദീങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞുകാണ്ട് ഭിന്നിച്ചെന്നപ്പോൾ നമുക്ക് പണ്ടത്തെ അറബ് തന്നെയാണ് നല്ലത്. എന്നാൽ ഈ കുത്തിപ്പറയാനും തള്ളിപ്പറയാനോ ഒന്നും നിൽക്കുമല്ലോ ഹുദ്ബിയിൽ നിന്നായി. ഹുദ്ബിയിൽ മലയാളം പിടിച്ചാൽ തുടങ്ങിയാൽ പ്രസംഗിക്കണോ കുത്തിപ്പറയുന്നല്ലേ? ഇതങ്ങനെ തന്നെ ഈ ദുആയിലും ആകണം. നമ്മളെ ഗ്രൂപ്പാണെങ്കിൽ ഓനൊരു ദുആ, എതിരാളി ഗ്രൂപ്പാണെങ്കിൽ ഓന് വേറൊരു ദുആ. ഇതൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള ആഭാസമാണ് വാസ്തവത്തിൽ ഈ മലയാള ദുആകൾ. മലയാള ദുആനെ ആക്ഷേപിക്കല്ല, അത് ശരിയല്ലെന്ന് പറയുകയല്ല. നിങ്ങൾ ആലോചിക്കുക, മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്തും മയ്യത്തിനെ അടക്കം ചെയ്യുന്ന സമയത്തുമൊക്കെ നമ്മുടെ ഇസ്ലാമിന്റെ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രതീകമായി നിലകൊള്ളുന്ന ഒരു വലിയ സിമ്പിളല്ലേ അത്? അതതിൻ്റെതായ ആചാരത്തിൽ നടക്കേണ്ടേ? അങ്ങനെ ചെയ്യേണ്ട കർമ്മങ്ങളിലൊക്കെയും ഉടക്കുണ്ടാക്കി മാറ്റങ്ങളുണ്ടാക്കി അത്യാചാരങ്ങളിലേക്ക് സമൂഹത്തെ വലിച്ചിഴക്കുന്നത് ഏത് സുന്നികളാണെങ്കിലും കൊള്ളാം. ഇത് സുന്നിസത്തോടും ദീനിനോടും ചെയ്യുന്ന അപരാധമാണ്. ദീനിനോട് ചെയ്യുന്ന ഏറ്റവും മോശപ്പെട്ട അപകടകരമായ ഏറ്റവും മോശപ്പെട്ടൊരു വൃത്തിയാണ്. അതൊക്കെയും മാറ്റി പഴയ കാലത്തുള്ള അതേ രീതിയിൽ നമുക്ക് കൈമാറി കിട്ടിയ പൈതൃക സരണി, അതാണ് സന്തുലിത സരണി. അങ്ങനെ പോയാൽ നമുക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകില്ല. നിയമങ്ങൾ പഠിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങോട്ടും ഏറൂല ഇങ്ങോട്ടും കുറയൂല. അങ്ങനെ തന്നെ നിൽക്കാൻ നമുക്ക് കഴിയണം. ഇതിന് നിലകൊള്ളുന്നതാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. എപ്പോൾ ഇതിന് വിഘാതം എവിടെ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം ഈ സംഘടന ഇടപെട്ടിട്ടുണ്ട്. അത് ഈക്ക സമസ്തക്കെതിരാണെങ്കിലും AP സമസ്തക്കെതിരാണെങ്കിലും ദക്ഷിണക്കെതിരാണെങ്കിലും വഹാബികൾക്കെതിരാണെങ്കിലും ജമാഅത്തിനെതിരാണെങ്കിലും ആർക്കെതിരാണെങ്കിലും ശരി, എല്ലാ വിഭാഗത്തെയും എതിർക്കേണ്ടി വന്നിട്ടുണ്ട് ഈ സംഘത്തിന്. എല്ലാവരും ഉണ്ടാക്കിയ വിഭാഗത്തിലും ഇടപെടേണ്ടി വന്നിട്ടുണ്ട് ഈ സംഘത്തിന്. പക്ഷേ മാന്യമായി എതിരാളികളെ തറ ലെവലിൽ വിമർശിക്കാതെ, വ്യക്തിപരമായി ഹത്യ ചെയ്യാതെ, അവരുടെ എന്തെങ്കിലും ദൂഷ്യങ്ങൾ എടുത്തു പറയാതെ, പറയേണ്ട വിഷയങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമുദായത്തിനെ നല്ല വഴിയിലേക്ക് നയിക്കുന്ന ഒരു സംഘമാണ് കേരള സംസ്ഥാന ജംഇയ്യത്തുൽ ഉലമ. അതിനെ നിങ്ങൾ സഹായിക്കണം, അതിനെ നിങ്ങൾ പിന്തുണക്കണം.
അതിൻ്റെ പിന്നിൽ അണിനിരക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള SYF കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷൻ എന്ന ബഹുജനങ്ങൾക്കായുള്ള സംഘത്തിൽ നിങ്ങൾ സാധാരണക്കാരും അല്ലാത്തവരുമെല്ലാം അണിനിരക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. രാജാതിരാജനായ നാഥ